2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. വേദപുസ്തകമുള്ള എല്ലാവരും അത് തുറന്ന് ആമേൻ ആ ഭാഗം എടുത്താണ്ടേ. പഴയ നിയമത്തിൽ യോവേൽ പ്രവചനം 2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. പുസ്തകം കൊണ്ടുവരാത്തവരെല്ലാം അടുത്തിരിക്കുന്ന പുസ്തകത്തിൽ നോക്കി അടുത്ത ആഴ്ച തൊട്ട് പുസ്തകം കൊണ്ടുവരണം. എല്ലാവരും ഹല്ലേലൂയ പുസ്തകം തുറക്കണം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. വളരെ സുപരിചിതമാണ്. പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ്. അതൊരു പ്രവചന ശബ്ദമാണ്. നമ്മൾ ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇതിനെ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ച് വളരെ കരുത്തോടെ ഹല്ലേലൂയ ദൈവസഭ പ്രാർത്ഥിച്ച് ആ ദൂതുകൾ സ്വീകരിപ്പാൻ തയ്യാറാകണം. ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ കഷ്ടതയിൽ നിന്ന് ഒരു ദൈവജനത്തെ മടക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ സന്ദേശം തുടങ്ങുമ്പോൾ തന്നെ. വാസ്തവത്തിൽ ഈ വചനം ദൈവം ഈ ചിന്തകൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് വാസ്തവത്തിൽ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്ന ചിന്തകൾ കുറേ വചനങ്ങളുണ്ട്. പക്ഷെ ആ വചനം എനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ഒരു ശബ്ദം എന്ന് പറയുന്നത് നല്ല നാളുകൾ വരും എന്നൊരു ശബ്ദം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നു. നല്ല നാളുകൾ വരും. സ്തോത്രം. നല്ല നാളുകൾ വരും എന്ന ഒരു ദൈവ ശബ്ദത്തിന് പുറകെയാണ് ദൈവം ഈ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ തന്നത്. സ്തോത്രം. അപ്പോൾ അത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഈ മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വന്ന ഫോൺ കോളുകൾ, ഞാൻ അഭിമുഖീകരിച്ച വിഷയങ്ങൾ, ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം ആമേൻ സ്തോത്രം ഈ പറഞ്ഞ നല്ല നാളുകൾ വരും എന്നതിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് സന്തോഷത്തോടെ ഈ വാക്യങ്ങൾ ഈ വചനങ്ങൾ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം നെഗറ്റീവായിരുന്നു. സ്തോത്രം. അതിൻ്റെ നടുവിലും സ്തോത്രം ദൈവം ഹല്ലേലൂയ ബലപ്പെടുത്തി ഇന്ന് പകൽ നിർത്തുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ആമേൻ സ്തോത്രം. ഞാനിപ്പോൾ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ വിശ്വസിക്കാൻ തയ്യാറല്ല. മറിച്ച് കർത്താവ് പറഞ്ഞ ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവസഭയോട് ദൈവസഭ ആമേൻ കേൾക്കെ ശ്രദ്ധയോടിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, നമ്മുടെ നല്ല നാളുകൾ കടന്നു വരാൻ പോകുന്നു. സ്തോത്രം. നല്ല നാളുകൾ കടന്നു വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഏറ്റവും മോശമായ ജീവിത സാഹചര്യത്തിലും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ അന്തരീക്ഷത്തിലും ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഒരു നല്ല സമയത്തേക്കായി ഒരുങ്ങുക. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന എല്ലാവരും കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ, സന്തോഷത്തോടെ മഹത്വം കൊടുത്തേ. സ്തോത്രം. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഇരിപ്പ് ശരിയല്ല. നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിക്കണം, ഉണരണം. അതുകൊണ്ട് വളരെ ആമേൻ ശക്തമായിട്ട് വളരെ സന്തോഷത്തോടെ ഞാനിത് പറയുന്നത്. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കരം പിടിച്ചേച്ച് പറഞ്ഞ് നല്ല നാള് വരുമെന്ന്. അടുത്ത ആളില്ലാത്തവർ വിഷമിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും പറഞ്ഞ് മുഖത്ത് നോക്കി നല്ല നാള് വരും. സ്തോത്രം. ഉറപ്പായിട്ടും കർത്താവ് നല്ല സമയത്തേക്ക് നല്ല നാളുകളിലേക്ക് നമ്മെ ഹല്ലേലൂയ കരം പിടിച്ച് നടത്താൻ പോകുന്നു എന്നത് നമ്മൾ വിശ്വസിക്കണം. ആ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികൾ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കപ്പുറം ഇടപെടുന്ന ദൈവം, സർവശക്തനായ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയിൽ നമ്മൾ വിശ്വസിക്കുക, കർത്താവ് അത്ഭുതത്തെ ചെയ്യും. സ്തോത്രം. നമ്മൾ വായിച്ച വേദഭാഗം, ആദ്യമായിട്ട് വായിച്ച വേദഭാഗത്തിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ ന്യായവിധി ഹല്ലേലൂയ സ്വീകരിച്ച ദൈവത്തിന്റെ ജനം. ആമേൻ. ദൈവം തന്നെ പറയുന്നു, എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും പച്ചപ്പുഴവും തുള്ളനും തിന്നുകളഞ്ഞൊരു സംവത്സരം. വലിയ കഷ്ടതയിലായ ഒരു കൂട്ടം ജനം, വലിയ നിരാശയിലായ ആ ദൈവജനത്തെ ദൈവം ഹല്ലേലൂയ മടക്കി കൊണ്ടുവരുന്ന കാര്യങ്ങൾ. എന്താ അവിടെ ഹല്ലേലൂയ പ്രശ്നത്തിന് കാരണമായത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ ദൈവജനത്തിന്റെ ഹല്ലേലൂയ പാപങ്ങളും കുറവുകളും അവരെ ദൈവത്തിന്റെ ന്യായവിധിക്ക് ഹല്ലേലൂയ മുഖാന്തരമാക്കി ദൈവം വെട്ടുക്കിളി ആ ദേശത്തിൽ അയച്ചു. ഒരു വലിയ സംഭവമാണത്. ആമേൻ. ഹല്ലേലൂയ തിരയടിച്ച് കയറുന്നത് പോലെ ആമേൻ വെട്ടുക്കിളി ദേശത്തെ മൂടി. അവരെത്ര കുഴിച്ചിടാൻ ശ്രമിച്ചിട്ടും അതിനെ തീർക്കാൻ പറ്റാതെ അത്ര വലിയ പ്രതിസന്ധിയിലായ ഒരു വിഷയം. സ്തോത്രം. ധാന്യം ഇല്ലാതെയായി ദേശം മുഴുവൻ ഹല്ലേലൂയ അരിഷ്ടതയിലായി, വല്ലാത്ത കഷ്ടതയിലായി. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവം തന്റെ ഹല്ലേലൂയ ജനത്തെ ന്യായം വിധിക്കാൻ വെട്ടുക്കിളിയെ അയച്ചു. അപ്പൊ വലിയ ഹല്ലേലൂയ ആമേൻ ഗൗരവത്തോടെ നമ്മൾ നമ്മുടെ ദൈവത്തെ ഹല്ലേലൂയ കാണുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്താൽ സന്തോഷമാണ്. സ്തോത്രം. നമുക്ക്
നമുക്കറിയാം ഒരുപാടിടത്ത് ദൈവം, യോനായുടെ പുസ്തകത്തിൽ ദൈവം തിമിംഗലത്തോട് കൽപ്പിച്ചപ്പോൾ തിമിംഗലം ഹല്ലേലൂയ അനുസരിച്ചു. അതേ പുസ്തകത്തിൽ തന്നെ പുഴുവിനോട് കൽപ്പിച്ചപ്പോൾ പുഴു അനുസരിച്ചു. സംഖ്യാപുസ്തകത്തിൽ സ്തോത്രം കഴുതയോട് കൽപ്പിച്ചു, കഴുതയോട് പറഞ്ഞപ്പോൾ കഴുത അനുഭവിച്ചു. അഗ്നി സർപ്പത്തോട് വന്ന് കടിക്കാൻ പറഞ്ഞപ്പോൾ പാപം ചെയ്ത ജനത്തെ അഗ്നി സർപ്പം എന്ത് ചെയ്തു? വന്ന് കടിച്ചു. സ്തോത്രം. കഴുതയോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ കഴുത പ്രവചിച്ചു. തിമിംഗലത്തോട് വിഴുങ്ങാൻ പറഞ്ഞപ്പോൾ വിഴുങ്ങി. പുഴുവിനോട് വെട്ടി നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വെട്ടി നശിപ്പിച്ചു. ഹല്ലേലൂയ. സ്വന്തം മകനെയും പിടിച്ചുകൊണ്ട് പർവ്വതം കയറിയ അബ്രഹാമിന് വേണ്ടി ആടിനെ പർവ്വതത്തിൽ കരുതി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഒന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ധ്യാനിച്ചാൽ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും, എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പുഴുവിനെ ഉപയോഗിക്കാൻ ദൈവത്തിന് പറ്റും. സ്തോത്രം. എന്ത് ഹല്ലേലൂയ വിഷയത്തിന് ദൈവം വിചാരിക്കുന്നത് പോലെ കാര്യത്തെ നടത്താൻ എൻ്റെ ദൈവത്തിന് പറ്റും. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ മഹാസൈന്യമായ വെട്ടുക്കിളി വന്ന് ദൈവത്തിന്റെ സൈന്യം വന്ന് നശിപ്പിച്ചു. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞു. അവരുടെ സംവത്സരങ്ങൾ അവർക്ക് നഷ്ടമായി. വർഷങ്ങൾ ഹല്ലേലൂയ പാഴായി ശൂന്യമായി കടന്നുപോയി. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ നഷ്ടമായ സംവത്സരത്തിനൊത്തവണ്ണം സ്തോത്രം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. സ്തോത്രം. ഒരു ഹല്ലേലൂയ നല്ല സമയത്തേക്ക് ഹല്ലേലൂയ ദൈവം ആ ജനത്തെ കൊണ്ടുവരും. എൻ്റെ ഭാഷ പറഞ്ഞാൽ കൃപയുടെ നാളുകൾ, കരുണയുടെ നാളുകൾ, ദൈവത്തിന്റെ ദയയുടെ നാളുകൾ, ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ നാളുകൾ, ദൈവം അത്ഭുതം ചെയ്യുന്ന നാളുകളിലേക്ക് ആ ജനത്തെ മടക്കി കൊണ്ടുവരും എന്ന് ദൈവം ആ ജനത്തോട് അരുളപ്പാട് പറയുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആഴമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ ആഴം എത്ര വലുതാണെങ്കിലും ദൈവത്തിന് നിന്നെ നന്മയിലേക്ക് തിരിക്കാൻ പറ്റും. നല്ല നാളുകളിലേക്ക് കർത്താവിന് നമ്മെ കൊണ്ടുവരാൻ പറ്റും. ഒരു നല്ല നാൾ കൊതിക്കുന്നവർ മാത്രം കർത്താവിനൊന്ന് ഹല്ലേലൂയ മഹത്വം കൊടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. കരഞ്ഞും ക്ഷയിച്ചും ഉടഞ്ഞും മടുത്തും പോയൊക്കെ ഇരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഹല്ലേലൂയ നന്മയുടെ നാളിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? നന്മയുടെ നാളിൽ ജീവിക്കുന്നവർ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ കുറച്ചുകൂടെ നന്മ, കുറച്ചുകൂടി അനുഗ്രഹത്തിലേക്ക് ദൈവം ഒരുക്കുന്ന ഒരു ഹല്ലേലൂയ നല്ല സമയത്തേക്ക് എനിക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ ന്യായവിധിക്കകത്താണെങ്കിൽ, ദൈവത്തിന്റെ പരിശോധനയ്ക്കകത്താണെങ്കിൽ, ദൈവം നിന്നെ നടത്തുന്ന ഏത് പാതയിലാണെങ്കിലും അവിടെ നിന്ന് ഇന്ന് പകൽക്കാലം നിന്നെ ഹല്ലേലൂയ നല്ല നാളുകളിലേക്ക് നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ ന്യായവിധിയുടെ നാളിലാണെങ്കിൽ, ദൈവത്തിന്റെ പരിശോധനയുടെ നാളുകളിലാണെങ്കിൽ, പൈശാചിക ശക്തികളിൽ അകപ്പെട്ട് തകർന്നു കിടക്കുന്ന അനുഭവമാണെങ്കിൽ നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നു, അവിടെ നിന്ന് നിന്റെ നല്ല നാളുകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്. അത് നമ്മൾ ഹല്ലേലൂയ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവിടെ നിങ്ങൾ ഹല്ലേലൂയ, ഞാൻ ഓടിച്ച ആ ഭാഗം പറഞ്ഞ് മുമ്പിലേക്ക് വരാം. ആ ഭാഗത്തിൽ നല്ല നാളുകൾ വരുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 19 തൊട്ട് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ഞാനത് വീണ്ടും പറയുന്നത് അത്രമാത്രം ദൈവം ഇടപെട്ട ഭാഗമായതുകൊണ്ട്. അവിടെ 19-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കത്തില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. സ്തോത്രം. അടുത്ത 20-ാമത്തെ വാക്യം, വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യമായൊരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ദൈവജനത്തിന്റെ ശത്രുക്കളെ കുറിച്ച് പറയുക. നിങ്ങളൊന്ന് ധ്യാനിച്ച് വായിച്ചാൽ വേദപുസ്തകത്തിൽ അതിന്റെ ഭാഗങ്ങളൊന്നുമില്ല. പക്ഷെ ആ ജനത്തോട് പറയുക, സ്തോത്രം, നിങ്ങളുടെ ശത്രുവിനോട് ഹല്ലേലൂയ ചെയ്യുന്ന ഭാഗങ്ങൾ വ്യക്തതയോടെ ദൈവം പറയുക. സ്തോത്രം. നിങ്ങളെ ഇനി ഹല്ലേലൂയ നിന്നയ്ക്ക് ഏൽപ്പിക്കത്തില്ല. ശത്രുവിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്ത് ആക്കും. സ്തോത്രം. ശത്രുവിനെ എത്തിപ്പിടിക്കാൻ, കടന്നു കയറാൻ പറ്റാത്ത ദൂരത്തിലേക്ക് നമ്മുടെ ഹല്ലേലൂയ അരികിൽ നിന്ന് ശത്രുവിനെ ദൂരത്തേക്ക് ആക്കും എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേരാ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അരികിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ, എൻ്റെ ഭവനത്തോട് ചേർന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിന്റെ മുൻപിലേക്കുള്ള പ്രയാണത്തിൽ തടസ്സം
തടസ്സമായ ഒരു ശത്രു ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് അടുത്ത് നിന്ന് ആക്രമിച്ചതിനെ ദൂരത്താക്കിയിട്ട് ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. അവിടെ നിങ്ങൾ പല കാര്യങ്ങൾ വായിച്ച് ധ്യാനിക്കുക. ആമേൻ, സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഓരോ വഴികളിൽ കൂടെ ഓരോ ഇടത്തേക്ക് സ്തോത്രം ആമേൻ ഹല്ലേലൂയ അവരെ മാറ്റുന്നു. ശത്രുവിനെ വരണ്ട ദേശത്തേക്ക് മാറ്റി ആമേൻ സ്തോത്രം ഇവർക്ക് അഭിവൃദ്ധി കൊടുക്കുന്ന ഒരു ദൈവം. അതുവരെ ഇവരുടെ ജീവിതത്തെ വരണ്ട അനുഭവമാക്കിയ ശത്രുവിനെ വരണ്ട ദേശത്തേക്ക് ദൈവം മാറ്റുന്ന ഒരു അനുഭവം നിങ്ങൾ ഹല്ലേലൂയ ആത്മാവിൽ ഗ്രഹിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അതിന് ഹല്ലേലൂയ ആമേൻ പറയാൻ പറ്റത്തുള്ളൂ. ആഴമായി നിങ്ങൾ ആ ദൂതിന്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ വിടുതലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയക്കുക. കാരണം ദൈവം അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അത് ചെയ്ത ചരിത്രമുണ്ട്. ആ ജനത്തോട് പറഞ്ഞതുപോലെ ചെയ്തവർക്ക് അഭിവൃദ്ധി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഒരു ഹല്ലേലൂയ നല്ല നാളുകൾ തടസ്സം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഏത് ശത്രുവിനെയും മാറ്റി ദൈവം നമുക്ക് അഭിവൃദ്ധി തരുവാൻ തക്കവണ്ണം മതിയായവനാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. നിങ്ങളവിടെ ശ്രദ്ധിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ദൈവം കൊടുത്ത ആമേൻ ഒരു ഹല്ലേലൂയ അനുഗ്രഹം അല്ലെങ്കിൽ നല്ല നാള് നമ്മുടെ ആ വിഷയത്തിനകത്തുനിന്ന് മാറാതെ നിങ്ങൾ കേട്ടെ. ആ ഹല്ലേലൂയ സഭയ്ക്ക് ഉണ്ടായ ഹല്ലേലൂയ അനുഭവം. അങ്ങനെ ആ സഭയ്ക്ക് ഹല്ലേലൂയ 1 സമാധാനമുണ്ടായി, 2 സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടായി, 3 കർത്താവിലുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് പെരുകി. സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് പെട്ടെന്ന് ആമേൻ ഹല്ലേലൂയ ചാർജ് അകത്തോട്ട് കയറത്തില്ല. സ്തോത്രം. ഇത് ഹല്ലേലൂയ നിങ്ങൾ അകത്ത് ജീവനുള്ളവരും ആഴമായി പ്രാർത്ഥിക്കുന്നവരെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം വരുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. കാരണം ഈ വിഷയം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സഭയ്ക്ക് സമാധാനമില്ലായിരുന്നു, ദൈവത്തിന്റെ സഭയ്ക്ക് സമാധാനം വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മുടെ സഭയ്ക്ക് സമാധാനമില്ലേ? അതെനിക്കറിയത്തില്ല. കർത്താവ് പറയുന്നു ദൈവസഭയ്ക്ക് സമാധാനം തരുന്ന നാളുകൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എന്താ ഇന്ന് പകലിലെ ചിന്ത? എന്നെ കേൾക്കുന്ന ദൈവജനം ഉത്സാഹത്തോടെ കേട്ടെ, സന്തോഷത്തോടെ കേട്ടെ. നമ്മൾ ആരാധിക്കുന്നു, ദൈവസഭയ്ക്കകത്തിരിക്കുന്നു, ഒരു ശരീരമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഹല്ലേലൂയ വിളിച്ചു പറയുന്നു 2023 11-ാം മാസം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മോട് പറയുക, നമ്മുടെ ഹല്ലേലൂയ സഭയ്ക്ക് ദൈവത്തിന്റെ സമാധാനം ആമേൻ ഹല്ലേലൂയ കടന്നു വരാൻ പോകുന്നു. അങ്ങനെ ദൈവ സഭയ്ക്ക് സമാധാനം ഉണ്ടായി. ആമേൻ ഹല്ലേലൂയ. 2 സഭ ആത്മീക വർധന പ്രാപിച്ചു. ഒത്തിരി വിശദീകരിക്കേണ്ട വിഷയമാണ്, പലപ്പോഴും പരിശ്രമിച്ചാൽ നടക്കാത്തൊരു വിഷയമാണ് ആത്മീക വർധന. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ആത്മീക വർധന എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വചനത്തിൽ നിന്ന് സംസാരിക്കാം. പക്ഷേ എത്ര പ്രസംഗിച്ചാലും എന്തൊക്കെ ചെയ്താലും ദൈവ സഭ ആത്മീകമായി വർധനവിൽ വരണമെങ്കിൽ അതൊരു പ്രത്യേക സമയമാണ്. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ എന്നെ ഒരുപാട് സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു ശുശ്രൂഷകൻ എന്ന രീതിയിൽ വലിയ ആനന്ദം വരുന്ന വിഷയമാണ്. 1 ആമേൻ ദൈവസഭയ്ക്ക് സമാധാനം. ആമേൻ ദൈവസഭയുടെ സമാധാനം ദൈവം ആഗ്രഹിക്കുന്നു, അത് ദൈവം തരും. ദൈവസഭയുടെ ആത്മീക വർധന ദൈവം ആഗ്രഹിക്കുന്നു, അത് ആത്മീകമായി വർദ്ധിക്കാൻ പോകുന്നു. സ്തോത്രം. 3-ാമത്തെ വിഷയം ഹല്ലേലൂയ കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് സഭ പെരുകി. സ്തോത്രം. സഭ പെരുകി എന്ന വാക്ക് ഹല്ലേലൂയ വലിയ സന്തോഷവും ആനന്ദവും തരുന്നതാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു ആമേൻ സന്തോഷമോ വിശ്വാസമോ ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, സഭ പെരുകാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂതുകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സമയം തൊട്ട് എല്ലാം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. ആ പ്രതികൂലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവസഭ പെരുകാൻ പോകുക. ഞാൻ വിളിച്ചു പറയുന്നു, ദൈവസഭ സമാധാനത്താൽ നിറയാൻ പോകുക. ഇതിനകത്ത് വരുന്ന സകല കുടുംബങ്ങളും സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കത്തക്കവണ്ണം, ഇതിനകത്ത് വരുന്ന ഓരോ വ്യക്തികളും, ഇതിനകത്ത് കാൽ ചവിട്ടുന്ന സകലരും സമാധാനത്തിന്റെ സമൃദ്ധി അനുഭവിക്കത്തക്കവണ്ണം, ഇതിനകത്ത് കടന്നു വരുന്ന ഓരോരുത്തരും ആത്മീക വർധനവോടെ ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം ആമേൻ ഇവിടെ നിന്ന് ഹല്ലേലൂയ ഒരു വലിയ വിശാലതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സഭയുടെ നല്ല നാളുകൾ കടന്നു വരാൻ പോകുന്നു. അങ്ങനെ ഒരു നല്ല നാൾ എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? കടന്നു വരുന്നവർ സമാധാനം അനുഭവിക്കുന്ന, ആത്മീക വർധനവിൽ തുള്ളിച്ചാടുന്ന സഭ ഹല്ലേലൂയ പെരുകുന്ന, എണ്ണത്തിൽ പെരുകുന്ന, ആത്മാക്കളുടെ എണ്ണത്തിൽ പെരുകുന്ന ആമേൻ ഹല്ലേലൂയ ഒരു നല്ല കാലം വരും. നിനക്ക് വരും, നിന്റെ ഭവനത്തിൽ വരും, നിന്റെ ദേശത്തിൽ സഭയിൽ ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് വായി അല്പം കൂടെ വിശാലതയിൽ തുറന്ന് പിശാച് കേൾക്കെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. കാണുന്നതല്ല, ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് നിന്റെ സമാധാനത്തിന്റെ നാളുകൾ, നിന്റെ സന്തോഷത്തിന്റെ നാളുകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നൽകും എന്ന് വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നല്ല മഹത്വം കർത്താവിന് കൊടുത്തേ.
ഞാൻ ഒന്നുകൂടെ പറയാമേ, എൻ്റെ സന്തോഷത്തിന് ഒന്നുകൂടെ പറയാം. ദൈവസഭ സമാധാനം, പൂർണ്ണമായ സമാധാനത്തിലേക്ക് വരും. ദൈവസഭയ്ക്കകത്ത് ആത്മീക വർധന വരും. ദൈവസഭ പെരുകാൻ തുടങ്ങും. ദൈവസഭ പെരുകാൻ തുടങ്ങും. ദൈവസഭ പെരുകാൻ തുടങ്ങും. സ്തോത്രം. കണ്ട, നിങ്ങളെ മടുപ്പിച്ചിരുത്തിയിരിക്കുന്ന ഒരു ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രം ഇതിന്റെ പുറകിലില്ലേ? അല്ലേ? നമുക്ക് ഹല്ലേലൂയ ദൈവം തരുന്ന ദൈവ ആലോചനയ്ക്കകത്ത് പൊട്ടി ആർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കരുത്. ഇനിയും ഹല്ലേലൂയ ഈ പറഞ്ഞ സമാധാനത്തിൽ നിങ്ങൾ വരരുത്, നമ്മൾ വരരുത്, ആത്മീക വർധനവിൽ വരരുത്, ആമേൻ, പെരുകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏതോ ശത്രുവുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ഇരിക്കാതെ ദൈവത്തോട് ചേർന്ന് ആമേൻ പറയുന്ന എത്ര പേരാ ഉള്ളേ? അവരൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളെ ഹല്ലേലൂയ മടുപ്പിക്കരുത്. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം മുമ്പോട്ട് പോകാൻ കൊതിക്കുന്നവരായിരിക്കണം നമ്മൾ. പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയം അതിനോട് ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ സഞ്ചരിക്കണം. നല്ല ആഴമായ ഉപദേശം, കട്ടിയായ ഉപദേശം, ഇതെല്ലാം ദൈവസഭയിൽ വേണം. അപ്പൊ തന്നെ സഭ പെരുകിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിന്റെ വളർച്ച ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ കണ്ടേ പറ്റത്തുള്ളൂ. സർവശക്തൻ അത് ചെയ്യും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, 8-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ചിതറലാണ്. സ്തോത്രം. 8-ാം അധ്യായം ഹല്ലേലൂയ ആമേൻ ദൈവസഭയുടെ ആമേൻ ചിതറലിനെ കാണിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ദൈവസഭയുടെ സമാധാനം, ദൈവസഭയുടെ ആമേൻ യഥാസ്ഥാനപ്പെടൽ, ദൈവസഭയുടെ ഹല്ലേലൂയ വിശാലതയും പെരുകുന്ന അനുഭവങ്ങളെ കാണാൻ പറ്റുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് പകൽ എത്ര ഹല്ലേലൂയ സങ്കടങ്ങളും കരച്ചിലും ചിതറലും വേദനയുണ്ടെങ്കിലും ആത്മാവ് പറയുന്നത് അടുത്ത് വരാൻ പോകുന്നത് നിന്റെ നല്ല നാളുകളാണ്. സ്തോത്രം. 8-ാം അധ്യായത്തിൽ ചിതറി ഓടുകയാ സഭ. നമുക്കറിയാം ആമേൻ സ്തോത്രം. ചിതറി ഓടുന്ന സഭയെ കാണാം, നിലവിളി, കൂട്ട നിലവിളി ദൈവസഭയ്ക്ക് കാണാം. പക്ഷെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ ദൈവസഭയ്ക്ക് സമാധാനമുണ്ടായി, ദൈവസഭയ്ക്ക് ആത്മീക വർധന വരാൻ തുടങ്ങി, ദൈവസഭ പെരുകാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം 8 കഴിഞ്ഞ് 9 ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് ആമേൻ പറയണം. ഇന്ന് പകൽ ഈ കസാരയിൽ ഇരിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസഭയെ വളരെ ആഴമായി സ്നേഹിക്കുകയും ചെയ്യുന്നവർ കാണുന്നതിനെ വിശ്വസിക്കരുത്, വരാൻ പോകുന്ന നന്മയെ വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ ചിതറിയ അവസ്ഥയെ നീ വിശ്വസിക്കരുത്, തകർന്ന് ഉടഞ്ഞു കിടക്കുന്ന അവസ്ഥയെ വിശ്വസിക്കരുത്, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതിനെ വിശ്വസിക്കരുത്. ആമേൻ ഹല്ലേലൂയ. പണിയുന്ന ദൈവം ഉറപ്പിച്ച് നിന്റെ നന്മ ആമേൻ തീരുമാനിച്ച് ഉറപ്പിച്ച ദൈവം പറയുന്നു നന്മയുടെ നാളുകൾ കടന്നു വരാൻ പോകുന്നു. 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ ആമേൻ ഹല്ലേലൂയ ചിതറൽ നിങ്ങൾക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 8-1 നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. സ്തെഫാനോസിനെ കൊന്നു, അതോടുകൂടെ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ചിതറലുണ്ടായി. വലിയ ഹല്ലേലൂയ സങ്കടമാണത്. എല്ലാം അപ്പോസ്തലന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചിതറി ഓടുകയാ. അസാധാരണമായ ആമേൻ വേദനയോടെ അവർ ഹല്ലേലൂയ ആമേൻ ഓടുന്ന ഓട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. വലിയ കഷ്ടത അവിടെ വന്നു. കഷ്ടത വരാൻ കാരണം എന്നതാ നമുക്കറിയാം. അവിടെ ആമേൻ പ്രശ്നം വന്നത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. നല്ലൊരു ദൈവഭക്തൻ ഹല്ലേലൂയ. അവിടെ സഭയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ കൂടി വന്നവരെല്ലാം ചിതറി ഓടത്തക്കവണ്ണം ഒരു വലിയ പ്രശ്നം വന്നു. നമ്മൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അമ്മാതിരി ഒരു ഉപദ്രവമൊന്നും നമുക്കില്ലെങ്കിലും പലപ്പോഴും സഭ ചിതറത്തക്കവണ്ണം പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഒരുമിച്ച് ഒരു ശരീരം പോലെ പണിയപ്പെടുന്ന സഭയെ ചിതറിക്കുക എന്നുള്ളത്. സ്തോത്ര. പക്ഷെ അവിടെയും ദൈവസഭ വിശ്വസിച്ചോണം, നല്ല നാളുകൾ മുമ്പിൽ വരും, നല്ല നാളുകൾ മുമ്പിൽ വരും. സ്തോത്ര. സഭ അവിടെ ഹല്ലേലൂയ ചിതറി ഓടുക. അപ്പോസ്തലന്മാർ ഒഴിച്ച് ബാക്കി ആർക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് സുവിശേഷം പറയാൻ ഒറ്റ വിശ്വാസി സഭയ്ക്കകത്തില്ല. കംപ്ലീറ്റ് എന്ത് ചെയ്തു? ചിതറി ഓടി. സ്തോത്രം. ചിതറി ഓടി. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹല്ലേലൂയ നിങ്ങൾക്ക് വളരെ ഹല്ലേലൂയ ദുഃഖകരമായ ഒരു വിഷയം അവിടെ കാണാം. സ്തോത്രം. ആമേൻ സ്തോത്രം. ശൗൽ എന്ന മനുഷ്യൻ സഭയെ പീഡിപ്പിക്കും. ഒന്ന് വായിച്ചത്. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. സഭയെ മുടിക്കുക. സ്തോത്രം. സഭയെ മുടിക്കുക, ദൈവസഭയെ മുടിക്കുക. ജനമെല്ലാം ചിതറി ഓടുക. നമുക്ക് ഇന്ന് പകൽ സന്തോഷത്തോടെ കസാരയിലിരുന്ന് അത്യാവശ്യം തണുപ്പൊക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. അത് ചെറിയൊരു തകരാറുമുണ്ട്. മാന്യമായിട്ട് ഈ വചനം ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പറ്റും. ഈ ഹല്ലേലൂയ സന്ദേശം ഞാൻ പ്രസംഗിക്കുമ്പോൾ ആമേൻ സ്തോത്രം
ചിലരുടെയെങ്കിലും ആഗ്രഹം, ചില പൈശാചിക ശക്തികളുടെയെങ്കിലും ആഗ്രഹം ചിതറിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ആമേൻ. സഭയെ ഹല്ലേലൂയ ശൗല് മുടിക്കുന്നു. ആമേൻ. സ്തേഫാനോസിനെ കൊല്ലുന്നു. വീട് തോറും കയറി ചെന്ന് പിടിച്ച് ഉപദ്രവം അഴിച്ചു വിടുന്നു. നമുക്കറിയത്തില്ല നമ്മളൊക്കെ എങ്ങനെ നിൽക്കുമെന്ന്. പക്ഷെ അവർ വരണ്ട് ഓടുന്നുണ്ട്. ദേശം വിട്ടവര് ആമേൻ ഹല്ലേലൂയ ഓടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഓടുന്ന കൂട്ടത്തിലാണ് ഫിലിപ്പോസ് എന്ന് ശമരിയിൽ സുവിശേഷം പറയുന്നത്. നിങ്ങൾ ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിക്കണമേ. ദൈവസഭ ഓരോ വ്യക്തികളും അങ്ങനെ ആയിരിക്കണം. തകർച്ചയിൽ വായ് മൂടുന്നവരാകരുത്. ആരോട് പറയാനാ? പ്രതിസന്ധിയിൽ വായ് അടയ്ക്കുന്നവരാകരുത്. ഓടുന്ന സമയത്തും അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഓടുന്ന സമയം ചിതറി ഓടുമ്പോഴും അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കണം. ഉള്ളിനകം ഹല്ലേലൂയ കത്തി കയറുമ്പോൾ സുവിശേഷം പറയാൻ അധരം തുറക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ആമേൻ. സകലതും നശിപ്പിക്കുമെന്ന് പിശാച് വെല്ലുവിളിച്ച് നിലം തൊടാതെ ഓടിക്കുമ്പോൾ അധരം സുവിശേഷത്തിനായി തുറക്കാനുള്ള ദൈവസ്നേഹവും ആത്മാവിന്റെ കരുത്തും നമ്മുടെ സഭയിൽ ഓരോരുത്തരും പ്രാപിച്ചിരിക്കണം. സ്തോത്രം. നാളെയുടെ നീളെ എന്ത് സംഭവിച്ചാലും ഏറ്റെടുത്ത ദൗത്യം ആമേൻ ദൈവത്തിന് വേണ്ടി പൂർത്തീകരിക്കാനുള്ള കരുത്ത് അകത്തുണ്ടാകണം. സ്തോത്രം. ആ കഷ്ടതയുടെ നാളിലും നല്ല നാളുകൾ വന്നു. എന്നാന്നറിയാമോ? ഫിലിപ്പോസ് എന്ന് ശമരിയയിൽ പ്രസംഗിച്ചു. മന്ത്രവാദി ഉൾപ്പെടെ രൂപാന്തരപ്പെട്ടു. ഞാൻ സഭയോട് പറയുന്നു, ഇന്ന് പകൽ നമ്മൾ കാണുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവം ഒരുക്കുന്ന ഒരു കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, ഒരു ഹൃദയത്തിൽ തോന്നാത്ത വിശാലതകൾ കാണാൻ പറ്റണം. ചിതറിച്ചവൻ ചിതറിച്ച് നടക്കുന്നു. ചിതറി ഓടിയവൻ ഓടി ഹല്ലേലൂയ ദേശത്തിൽ ഓടി ഒളിക്കാൻ ചിതറുമ്പോൾ ആമേൻ സ്തോത്രം. ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ആമേൻ. ചിതറിച്ചവൻ ലജ്ജിച്ചു പോയി. ഒരു പട്ടണം മുഴുവൻ ക്രിസ്തുവിന് അധീനമായി തീരത്തക്കവണ്ണം ആ മനുഷ്യന് കരുത്ത് കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഇവിടെ വാടി തളരും എന്ന് ചിന്തിക്കണ്ട. പ്രതിസന്ധിയിൽ തകർന്നു പോകുമെന്ന് ചിന്തിക്കണ്ട. കാരണം നല്ല നാളുകൾ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, നല്ല നാളുകൾ ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ, നല്ല നാളുകൾ ദൈവം ഒരുക്കുന്നു എങ്കിൽ നീയും ഞാനും അതിനകത്ത് നട്ടല്ലോടെ നിൽക്കാൻ കൃപ തരുന്ന, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്തെടുക്കാൻ നമ്മുടെ മേൽ കരുത്ത് തരുന്നവനാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. Come on ചർച്ച്, ഇന്ന് പകൽ ശക്തിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവൻ ബലപ്പെട്ടേ പറ്റത്തുള്ളൂ. ഈ പ്രതിസന്ധിയുടെ നടുവില് വളർച്ച, ഉയർച്ച, നല്ല നാളുകൾ മുമ്പിൽ കടന്നു വരും എന്ന് ആത്മാവ് പറയുമ്പോൾ കരുത്തോടെ ശബ്ദമുയർത്തി അതിർവരമ്പുകളെ പൊളിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഞാൻ ആത്മാവിൽ പറയാം, ചിലരുടെ അകത്തുനിന്നെങ്കിലും നല്ല സ്തോത്രം വരാതിരിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കിയേ. സ്തോത്രം. ഇന്ന് പകൽ അതിനെ കുടഞ്ഞു കളയണം. സ്തോത്രം. നമ്മൾ എന്തായി തീരണം? നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം? ആമേൻ. ഒത്തിരി ആമേൻ സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിലും നിർത്താൻ കരുത്തുള്ളൊരു ദൈവമായി ഇന്ന് പകൽ ദൂത് പറയുന്നേ. ആ ദൂത് നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ മനുഷ്യൻ സങ്കല്പിക്കാത്ത വിടുതൽ നടക്കും. നല്ല സമയങ്ങളിലല്ല പ്രതീക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. മുഴുവനും ആമേൻ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പറ്റണം. ആത്മാവിൽ കരുത്തോടെ നമ്മൾ നിൽക്കണം. ആ മനുഷ്യൻ ചെന്ന് സുവിശേഷിക്കുമ്പോൾ മന്ത്രവാദി വരെ സ്നാനപ്പെട്ടെങ്കിൽ ആമേൻ സ്തോത്രം, അത് അത്ഭുതമാണ്. ഞാൻ പറഞ്ഞല്ലോ, 8-ാം അധ്യായം മുഴുവൻ പ്രശ്നമാണ്. ശൗലെന്ന മനുഷ്യൻ സ്തോത്രം വളരെ ഹല്ലേലൂയ ക്രൂരത്വം വിശ്വസിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സഭയുടെ സമാധാനത്തെ കെടുത്തി. സഭയുടെ സമാധാനത്തെ കെടുത്തി. സഭയ്ക്ക് ആത്മീകമായി വളരാൻ പറ്റുന്നില്ല. സഭയ്ക്ക് പെരുകാൻ പറ്റുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും ആത്മാക്കളെ നേടാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഇതിനൊക്കെയാണ് നല്ല ആമേൻ പറയേണ്ടത്. സ്തോത്രം. അല്ല, ബോറടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പായെടുത്തിട്ട് താഴെ കിടന്ന് ഉറങ്ങിക്കോ, സങ്കടമില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കരുത്. മമ്മിയെ പോലെ ഇരിക്കരുത്. ഏത് മമ്മി? അങ്ങ് ഈജിപ്തില്ലേ? സ്തോത്രം. എല്ലാവരും അങ്ങനെയാ ഇരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ചിരിച്ച മുഖത്തോടെ വളരെ സന്തോഷത്തോടെ ആമേൻ കർത്താവിന് നിങ്ങൾ മഹത്വം കൊടുക്കണം. കർത്താവിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. ആമേൻ. എന്താ ഹല്ലേലൂയ ആത്മീക വർധന ഇല്ലാതായത്? സമാധാനം പോയത് എങ്ങനെയാ? സഭ പെരുകാൻ പറ്റാതായത് എങ്ങനെയാ? ആമേൻ. ഹല്ലേലൂയ. ഒരു ശത്രു എഴുന്നേറ്റു സഭയ്ക്ക്. ആരാ? ശൗല്. ശത്രു എഴുന്നേറ്റു. ക്രൂരത്വം വിശ്വസിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ആ ശത്രുവിനെ ദൈവം അങ്ങ് പിടിച്ചു. ആ ശത്രുവിനെ ദൈവം അങ്ങ് പിടിച്ചു. സമാധാനം ദൈവം സഭയ്ക്ക് നിശ്ചയിച്ചാൽ
ഒന്നുകൂടെ കേൾക്കാൻ ഒരുങ്ങിയേ. സമാധാനം ദൈവസഭയ്ക്ക് ദൈവം നിശ്ചയിച്ചാൽ, ആത്മീക വർധന ദൈവം സഭയ്ക്ക് നിശ്ചയിച്ചാൽ, അത് പെരുകുമെന്ന് സ്വർഗം പറഞ്ഞാൽ, അതിനെ തടുക്കുന്ന ശത്രുവിനെ ദൈവം പിടിച്ചിരിക്കും. അതിനെ തടുക്കുന്ന ശത്രുവിനെ ദൈവം തൊട്ടിരിക്കും. അതിനെ തടുക്കുന്ന ശത്രുവിനെ ദൈവം കൈകാര്യം ചെയ്തിരിക്കും. അധികാരത്തോടെ കുതിരപ്പുറത്ത് പോയവനെ നിലത്ത് തള്ളിയിടാൻ, ആമേൻ, ഹല്ലേലൂയ, ഈ ദൂത് പറയുന്ന ദൈവത്തിന് കരുത്തുണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പറയട്ടെ, ദൈവസഭയുടെ സമാധാനത്തെ, ദൈവജനത്തിന്റെ സമാധാനത്തെ, ആത്മീക വർധനവിനെ, അതിന്റെ വിശാലതയെ തടുത്തുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ ദൈവം ഇന്ന് പകൽ നീക്കി ദൈവസഭയെ, ദൈവജനത്തെ സമാധാനത്തിലേക്ക്, വിശാലതയിലേക്ക്, ആത്മീക വർധനവിലേക്ക് നടത്താൻ പോകുന്നു. കരുത്തുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്നിലൂടെയാ ദൈവപ്രവർത്തികൾ. സ്തോത്രം. ഒരു കാരണമില്ലാതെ അത്ഭുതം സംഭവിക്കത്തില്ല. ശത്രുവിനെ എന്ത് ചെയ്തു? ദൈവം തൊട്ടു. സ്തോത്രം. സകല പ്രശ്നത്തിന്റെയും കാരണക്കാരനെ ദൈവം തള്ളിയിട്ടു. ഈ പറഞ്ഞ നന്മ വരാതെ സകല പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവനെ ദൈവം എന്ത് ചെയ്തു? തള്ളിയിട്ടു. അവൻ അധികാരമുണ്ട്, അവൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുക. പക്ഷേ ഹല്ലേലൂയ, ദൈവം അവനെ തള്ളിയിട്ടു. ഞാൻ അവിടെ ഒരു സന്തോഷം പറയാമേ, നിങ്ങൾ കേട്ടാൽ. സ്തോത്ര. ഇങ്ങോട്ട് ഹല്ലേലൂയ മുമ്പോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ കാരണക്കാരനാണ് ദൈവസഭയ്ക്ക് ഏറ്റവും സമാധാനം ഉണ്ടാക്കിയത്. സ്തോത്രം. ഈ അസമാധാനം കൊടുത്ത് തകർത്തുകൊണ്ടിരുന്നവൻ ദൈവസഭയ്ക്ക് ഏറ്റവും സമാധാനമായി മാറി. സ്തോത്രം. നമ്മളിങ്ങനെ ഇരിക്കുക, ഏത് ശൗല് അല്ലേ, എന്ത് സമാധാനം, ഇങ്ങനെ ഇരുന്നാ മതി. സ്തോത്രം. ഞാൻ അവിടെ വന്നുകൊണ്ട് ദൈവം തന്ന ചിന്ത പറയാം. സ്തോത്രം. ഇന്ന് പ്രശ്നക്കാരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നവർ, ലോകം എഴുതി തള്ളിയത്, ലോകം ഹല്ലേലൂയ ഒരിക്കലും സമാധാന പുത്രൻ എന്ന് പറയാത്തത് നിനക്ക് പ്രയോജനമായി തീരാൻ പോവുക. നിന്റെ കുടുംബത്തിന് അത് പ്രയോജനമായി തീരാൻ പോകുക. സഭയ്ക്ക് അത് പ്രയോജനമായി തീരാൻ പോകുക. ഒരിക്കലും ഇവൻ കാരണം ഒരു സമാധാനം എൻ്റെ കുടുംബത്തിൽ സഭയ്ക്ക് വരത്തില്ല. ഒരിക്കലും ഈ തലമുറ കാരണം എനിക്കൊരു നന്മ വരത്തില്ല. ഇവൻ കാരണം ദൈവസഭയ്ക്കകത്ത് ഒരു ഗുണവും വരത്തില്ല എന്ന് ഇതിനകത്ത് ആരെങ്കിലും പറഞ്ഞാൽ, ഞാൻ പറയുന്നു, അവൻ തന്നെ നാളെ സമാധാനം ഉണ്ടാക്കുന്നവനായി, ദൈവസഭയ്ക്ക് സമാധാന കാരണമായി, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ കാരണമായി, നിന്റെ ഭർത്താവാകട്ടെ, മകനാകട്ടെ, മകളാകട്ടെ, നിന്റെ ആത്മീക ജീവിതത്തിന് തുരങ്കം വെച്ച്, നിന്റെ ആത്മീക ആരാധനയ്ക്ക് തുരങ്കം വെച്ച്, നിന്റെ ജീവിതത്തിൽ മുഴുവൻ അസമാധാനം വിതറുന്ന അതായ വ്യക്തിയെ സമാധാനത്തിന്റെ കാരണക്കാരനാക്കാൻ, നിന്റെ കുടുംബത്തിൽ എഴുന്നേൽപ്പിക്കാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്ക്. അങ്ങനെ ചില ക്രിയകൾ ഇവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ദൈവം മക്കളുടെ ഭവനത്തിൽ ആരംഭിക്കട്ടെ. അത് ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരിക്കൽ കൂടെ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്ന് തകർക്കുന്നവനെ നാളെ സമാധാനം കൊണ്ടുവരുന്നവനായി, സഭയെ മുടിക്കുന്നവനെ സഭയ്ക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്നവർ നമ്മിൽ അത് നടക്കട്ടെ. ദേശത്തിൽ നടക്കട്ടെ, രാജ്യത്തിൽ നടക്കട്ടെ. ആ ദൈവത്തിന്റെ പ്രവൃത്തി കരഘോഷത്തോടെ, ഹൃദയം തുറന്ന്, സകല എണ്ണവും ആലയത്തിൽ വരട്ടെ. സകല കുടുംബങ്ങളും ഒരുമിച്ച് വരട്ടെ. അപ്പൻ, അമ്മ, മക്കൾ ഒരുമിച്ച്, ആൺ പെൺ വ്യത്യാസമില്ലാതെ ആമേൻ ആലയത്തിൽ വരത്തക്കവണ്ണം ദൈവത്തിന്റെ ഒരു സന്ദർശനം, ദൈവത്തിന്റെ ഒരു സന്ദർശനം, ദൈവത്തിന്റെ ഒരു സന്ദർശനം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വെല്ലുവിളിക്കുന്നതും അഹങ്കരിക്കുന്നതുമായത് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സന്ദർശനത്തിന്റെ അകത്ത് അനുഗ്രഹമായി മാറുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. കേട്ടോ, വിശ്വസിക്കണം. നിങ്ങൾ ഹല്ലേലൂയ അതിന്റെ ഗൗരവത്തിലോട്ട് വരണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറയാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നു. സ്തോത്രം. ദേശത്തിനായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവർ,
വളരെ ഗൗരവത്തോടെ. നല്ല നാള് വരും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിന്റെ നല്ല നാളുകൾക്ക് തുരങ്കം വച്ചുകൊണ്ട് നിൽക്കുന്നത് മനുഷ്യനാണെങ്കിലും പിശാചാണെങ്കിലും മന്ത്രവാദിയാണെങ്കിലും ആഭിചാരകനാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും തമ്പുരാൻ ഇന്ന് പകൽ തള്ളിയിട്ടിരിക്കും. കാരണം അവൻ തീരുമാനിച്ച് കഴിഞ്ഞു, നിനക്ക് നല്ല നാളുകൾ വരണം. നിന്റെ ഭവനത്തിൽ നല്ല നാളുകൾ, നിന്റെ ഹല്ലേലൂയ തലമുറയിൽ നല്ല നാളുകൾ, ദൈവസഭയുടെ നല്ല നാളുകൾ ദൈവം തീരുമാനിച്ചാൽ എത്ര ബലത്തോടെ നിൽക്കുന്നവനും താഴെ പോകും, എത്ര വെല്ലുവിളിക്കുന്ന ശത്രുവും താഴെ വീഴും, എത്ര വലിയ മന്ത്രവാദിയും മുട്ടുമടക്കും, ഏത് വലിയ ഭരണകർത്താവും മാനസാന്തരപ്പെടും, ഏത് വലിയ രാജാവിന്റെ അരയുടെ ഏപ്പം ഇളകിപ്പോകും. ഇന്ന് പകൽ എന്റെ ദൈവം സർവശക്തനാണ്. കരമടിക്കുന്നെങ്കിൽ നന്നായി കരമടിച്ചുകൊണ്ട് ആദരം തുറന്നു പറ, ഇത് ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്, ഇത് ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരിക്കൽ കുതിരപ്പുറത്ത് വന്ന് തന്റെ ജനത്തെ പിന്തുടരുന്ന ഫറവോനെ ചെങ്കടലിന്റെ ആഴത്തിൽ മുക്കിയ ഒരു ദൈവം നിനക്കുണ്ട്. ഏത് കാലത്തും ദൈവം തന്റെ ജനത്തിന്റെ സമാധാനത്തെ കെടുത്തുന്ന ശത്രുവിനെ തൊടുവാൻ കരുത്തുള്ളവനെങ്കിൽ 2023 ദൈവസഭ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് പകൽ അവന് ചിലത് ചെയ്യാനുണ്ട്, ചിലതിനെ ദൈവത്തിന് തൊടാനുണ്ട്, ചില വിഷയങ്ങളെ ദൈവത്തിന് കൈകാര്യം ചെയ്യാനുണ്ട്, ഉയർന്നു നിൽക്കുന്ന അധികാരങ്ങളെ തകർക്കാനുണ്ട്, വെല്ലുവിളിക്കുന്ന ശത്രുവിനെ വീഴിക്കാനുണ്ട്. ചിലതിന്റെ മേൽ ദൈവം ഇന്ന് പകൽ വിടുതൽ പകരുന്ന പകലാണ്. വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്തിൽ നടക്കട്ടെ, വ്യക്തികളിൽ നടക്കട്ടെ. മക്കളെ വിശ്വസിച്ച് മഹത്വം കൊടുക്ക്, വിശ്വസിച്ച് മഹത്വം കൊടുക്ക്. യഹോവ ഇന്ന് പകൽ എഴുന്നേൽക്കട്ടെ. ഒരു തോന്നലായി എടുക്കരുത്, സങ്കല്പമായി എടുക്കരുത്. ഞാൻ ദൂത് പറയാം, നിങ്ങൾ ഈ ആരാധനയിൽ ആരെങ്കിലും കണ്ടെങ്കിൽ കീഴടങ്ങാത്തൊരു വ്യക്തിയെ, കീഴടങ്ങാത്തൊരു വിഷയത്തെ ചുമ്മാ കൈയടിക്കാതെ ഈ ദൂതിന്റെ അകത്ത് നിന്റെ മുമ്പിൽ ഒരു വ്യക്തിയെ, ഒരു വിഷയത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറിച്ചു വച്ചോ, സമാധാനം ഉണ്ടാക്കുന്നവനായി, സമാധാനം ഉണ്ടാക്കുന്നവളായി ഈ ആലയത്തിന്റെ അകത്ത് അവരുണ്ടാകും, നിന്റെ കൂടെ ഉണ്ടാകും. എത്ര തകർച്ചയുണ്ടാക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ദൈവദാസൻ എന്ന ഉത്തരവാദിത്വത്തോടെ പറയുന്നു, നിന്നോട് ചേർന്ന് നിൽക്കാൻ, സമാധാനത്തെ തരുവാൻ, സന്തോഷത്തെ തരുവാൻ, ആമേൻ, തകർത്ത ഇടത്ത് പണിയാൻ ദൈവം അവനെ ഒരുക്കും, അവളെ ഒരുക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ശത്രുവായിരുന്ന മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചത്തെ മെസ്സേജിനോട് ചേർത്ത് ഒരു വാക്ക് അവിടെ പറഞ്ഞ് മുമ്പിലേക്ക് വരാം. 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിച്ചേ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദോവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണേ. 2 ആഴ്ച മക്കളെ നിങ്ങളോട് സംസാരിച്ച ദൂത് നിങ്ങൾ കളയരുത്. ഞാൻ പറഞ്ഞു ഡിസംബറിൽ ഉപവാസമുണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ആ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, ഞാൻ ഹല്ലേലൂയ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ച വേലയ്ക്കായി എനിക്ക് വേണ്ടി വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. ആരാ ഈ ശൗല്? ഞാൻ പറഞ്ഞല്ലോ, സഭയെ മുടിച്ച് സമാധാനത്തെ കെടുത്തി ആത്മീക വർധനവില്ലാതെ ശുശ്രൂഷയ്ക്കായി ദാഹത്തോടെ എഴുന്നേറ്റവരെയൊക്കെ മുടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ദൈവം ഇപ്പം വേർതിരിക്കുക. സ്തോത്രം. ഒരു ഉപവാസം നടക്കുക സഭയ്ക്കകത്ത്, വളരെ ഗൗരവത്തോടെ എടുക്കണം. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം.
ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം ചിലതിനെ വേർതിരിക്കും. അവിടെ നിങ്ങൾ കണ്ടോ, ഒരു വലിയ കൂട്ടം അവിടെ കാണാം. 5 പാസ്റ്റർമാരിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പല്ല. ഈ സഭയിലിരിക്കുന്ന അത്രയും പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പല്ല. പക്ഷെ നിന്നെ കണ്ടിട്ട് അവളെ വേർതിരിക്കുക, അവനെ വേർതിരിക്കുക. എന്തിന്? എനിക്കായി, സംഘടനയ്ക്കല്ല, മനുഷ്യർക്കായിട്ടല്ല. പരിശുദ്ധാത്മാവ് പറയുക എനിക്കായി വേർതിരിക്കുക. ആത്മാവ് എന്തിനാ വേർതിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുക അവരെ എനിക്കായി വേർതിരിക്കുക. സ്തോത്രം. സംഘടനയ്ക്കും സഭയ്ക്കൊക്കെ വേർതിരിച്ച മനുഷ്യരുടെ ഇഷ്ടം നടത്തും, അതിനകത്ത് ഉടായ്പകൾ നടക്കും, ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇത് സ്വർഗം, പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയും, നമ്മെ വേർതിരിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ആമേൻ. സ്തോത്രം. ആര് അറച്ചാലും, ആര് ഹല്ലേലൂയ തള്ളിക്കളഞ്ഞാലും, ആര് വെറുത്താലും സ്വർഗം ഹല്ലേലൂയ തിരഞ്ഞെടുത്തവന്റെ പേര് സ്വർഗത്തിനറിയാം. അവനെ വേർതിരിക്കേണ്ട സമയത്ത് വേർതിരിക്കുക. സഭയെ ഉപദ്രവിച്ച് നടന്നവൻ വീണ് മാനസാന്തരപ്പെട്ട് അന്ന് തൊട്ട് സുവിശേഷം പറഞ്ഞും തർക്കിച്ചും വാദിച്ചും ക്രിസ്തു തന്നെ ആമേൻ ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് താൻ സഞ്ചരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞു, വിളിച്ച വേലയ്ക്കായിട്ട് വേർതിരിക്കണം. സ്തോത്രം. ഇന്ന് പകലും നിങ്ങൾ തിരിച്ചറിയുക, നമ്മെ കണ്ട ദൈവം നമ്മെ വേർതിരിക്കണം. ആ 2 പേർക്ക് അന്ന് അവിടെ നടക്കുള്ളൂ. നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ 2 മെസ്സേജിനോട് ചേർത്ത് തിരിച്ചറിയണം. രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, ആ സഭയെ ഉപദ്രവിച്ച ശത്രു അഭിഷക്തനായി എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ, ആർക്കും കിട്ടാത്ത ഒരു പദവി അവന് കൊടുത്തെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ആരെയോ കർത്താവ് അങ്ങനെ വേർതിരി, ഞാൻ കൊള്ളത്തില്ല, ഞാൻ ഹല്ലേലൂയ എന്തെല്ലാം ചെയ്തതാ അല്ലേ? സഭയ്ക്കിട്ട് ഉപദ്രവിച്ചവൻ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? അതുകൊണ്ട് ആ പുള്ളിയെ കൂടെ പറയും, ആ പാപികളിൽ ഒന്നാമൻ ഞാൻ, ആ പാപികളിൽ ഒന്നാമൻ ഞാൻ, എനിക്ക് കർത്താവിൻ്റെ കൃപ കിട്ടിയെന്ന് പൗലോസ് ആവർത്തിച്ച് പറയുന്ന അതുകൊണ്ടാണ്. നമുക്കൊക്കെ പറയാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ യോഗ്യത പറയുന്നവരായതുകൊണ്ടാണ്. നമ്മളൊക്കെ എത്രയായാലും മാനസാന്തരത്തിന് തയ്യാറാകുന്നവരല്ല. ആമീൻ. യഥാർത്ഥമായിട്ട് കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്നവൻ ഒരിക്കലും ആമീൻ ഒരു തോന്നൽ പോലും വരത്തില്ല ആയി എന്ന്. ഒരിക്കലും തോന്നൽ വരത്തില്ല. അവരെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. പൗലോസിൻ്റെ എഴുത്തുകൾ, സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആമേൻ. തികഞ്ഞവനായി ഒന്നും നേടി ഒരിക്കലും തോന്നത്തില്ല, തോന്നാൻ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയോ? ഒരർഹത ഇല്ലാത്തടത്ത് വേർതിരിച്ചതാ. പരിശുദ്ധാത്മാവ് വേർതിരിച്ചതാ. ഞാൻ സഭയോട് പറയുന്നു, മക്കളെ നിങ്ങളോട് പറയുന്നു, ഒരു മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് പറയട്ടെ, അവനെ എനിക്കായി വേർതിരിക്കുക, അവളെ എനിക്കായി വേർതിരിക്കുക. നമ്മുടെ സഭയെ നോക്കി പറയട്ടെ, ഈ സഭയെ എനിക്കായി വേർതിരിക്കുക. കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സഭയെ വേർതിരിക്കട്ടെ എന്ന് പറയട്ടെ. ഇന്നലകളിൽ എങ്ങനെയാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയുന്നു, നല്ല നാളുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയത് കൊണ്ട് ഇതിനകത്ത് ഹല്ലേലൂയ അങ്ങനെ കർത്താവിൻ്റെ കരം ചലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ പറഞ്ഞ ദൂതുകളോട് ചേർന്ന് ഇതും കൂടെ നിങ്ങൾ എടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ഒരുങ്ങുക. കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ ഹല്ലേലൂയ പതിക്കണം. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. 2 പേർക്ക് ആ തിരഞ്ഞെടുപ്പ് അത് ഗൗരവമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 2 മെസ്സേജിനകത്ത് അത് പറഞ്ഞു. വീണ്ടും അതിലോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുണ്ടായിരുന്നു. സമയം അനുവദിക്കുന്നില്ല. സ്തോത്രം. ശ്രദ്ധിക്കണം. ഇന്നലെ സഹോദരന്മാരോട് സംസാരിച്ചു. കുറച്ച് പേര് ഇന്നലെ ഇവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുമിച്ച് അധികം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ വന്നായിരുന്നു. സ്തോത്രം. അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. ആമേൻ. സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ ചർച്ചിലുള്ളവരെ സമീപിക്കണം, പ്രാർത്ഥനയ്ക്ക് ഉത്സാഹമുള്ളവരെ കൊണ്ടുവരണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആവശ്യമാണ്. വെറുതെ നഷ്ടപ്പെടുന്ന ഒരു ആയുസ്സല്ല. നല്ല നാളിൽ നിങ്ങളും കാണണം, ശുശ്രൂഷയിൽ കാണണം, തിളങ്ങി നിൽക്കണം. സ്തോത്രം. പ്രതിസന്ധിയിലായിരിക്കുന്നവരെ വലിച്ചെടുക്കാൻ ആമേൻ ഹല്ലേലൂയ ദൈവസഭ കരുത്ത് പ്രാപിക്കണം. ആമേൻ ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? അതിശക്തമായി ഗൗരവമുള്ള ദൈവത്തിൻ്റെ പ്രവചന ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്കതല്ല, കല്ലിൽ തട്ടി ചിതറുന്നത് പോലെ ചിതറിപ്പോകും. പാടില്ല. വളരെ ഗൗരവത്തോടെ നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ ക്രമീകരിക്കണം. 2 മെസ്സേജ് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു, ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിൽ വരുമ്പോൾ സ്തോത്രം 1-2 ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ഞാനിത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിനിടയിൽ തൊട്ട ഒരു വിഷയമാണ്. സ്തോത്രം. പക്ഷേ ഇന്ന് പറയുന്നതല്ല, അതും കൂടെ ചേർത്ത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. 3 എബ്രായ ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, അവരുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം വലിയ പ്രതിസന്ധി വരികയാണ്. വലിയ പ്രതിസന്ധി വന്ന് അവർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. എന്നെ കേട്ടിരുന്നേ, ഏകദേശം എൻ്റെ ശബ്ദമൊക്കെ ചെയ്യുന്നു. അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആമേൻ. ചെറുപ്പക്കാരാ, കുഞ്ഞുങ്ങളാ, യൗവനക്കാരാ, അവരെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ അന്ന് പറഞ്ഞു, ദാനിയേല് അവൻ്റെ അപ്പനെയും അമ്മയെ വാളുകൊണ്ട് കൊന്നു. മറ്റൊരു ദേശത്തിലേക്ക് പ്രവാസത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല.
മറ്റൊരു രാജ്യത്തിൽ അടിമകളായി പോയി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ധ്യാനിച്ചാൽ ആ തീവ്രമായ ദുഃഖം നമുക്ക് പിടികിട്ടും. നമുക്ക് വരുന്ന വിഷയത്തിൽ നമ്മൾ ദുഃഖിക്കുന്നവരും അതിൻ്റെ അളവുകോല് നമുക്കറിയാം. നമ്മൾ മിണ്ടത്തില്ല ദൈവസന്നിധിയിൽ, അല്ലേ? 2 ദിവസം മിണ്ടത്തില്ല. ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നീ ഞങ്ങളുടെ പ്രകൃതി അറിയുന്നുവല്ലോ എന്നൊക്കെ ദൈവത്തെ അങ്ങോട്ട് ട്യൂഷൻ എടുത്ത് നമ്മളിരിക്കും. ചലിക്കത്തില്ല നമ്മൾ. അങ്ങനെ ഒരു അനർത്ഥം വന്നാൽ നമ്മൾ ചലിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞ ഫിലിപ്പോസിന്റെ വിഷയത്തിൽ നമുക്ക് ആത്മീക ശുശ്രൂഷ, ആത്മാവിൻ്റെ പ്രവൃത്തി, അതിലോട്ട് നമ്മൾ കയറിയാലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ അല്ലെങ്കിൽ വെറും ഒരു പ്രസംഗമായിട്ട് മാറും. ചിതറിപ്പോയെടുത്ത് എല്ലാ 5 അപ്പോസ്തലന്മാരും കൂടെയില്ല. പോയ പോക്കിൽ ഒരുത്തം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല, അത് ചെറിയ കാര്യമല്ല. ഉപദ്രവിക്കുന്ന ഈ സഭ, ഉപദ്രവമേക്കുന്ന സഭ, കരുതാത്ത കർത്താവ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയേണ്ട ഇടത്താ താൻ നാവ് തുറന്നത്. അത് അവൻ്റെ വിശ്വാസമാണ് ദൈവത്തിലുള്ള. അതുകൊണ്ട് അവിടെ അത്ഭുതം കണ്ടത്. ഇവിടെ എബ്രായ ബാലന്മാരെ പിടിച്ചുകൊണ്ട് പോയി. നിങ്ങൾക്കറിയാം, അവിടെ ചെന്നപ്പോൾ രാജാവ് ഒരു വലിയ ബിംബം ഉണ്ടാക്കി. ദാനിയേലിനോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ഇവർക്ക് ബിംബം ഉണ്ടാക്കി. ഞാൻ ചുരുക്കി പറയാം. ബിംബം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ കുഴലും നാദവും വീണയൊക്കെ മീട്ടുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? വീണ് നമസ്കരിക്കണം, സ്തോത്രം. അവർ പറഞ്ഞു ഒരു കാരണവശാലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തി. അവിടെ നിങ്ങൾക്ക് മറ്റൊരു ചിന്ത, ഞാനന്ന് കുഞ്ഞുങ്ങളുടെ സെമിനാറിൽ പറഞ്ഞ ഒരു ചിന്ത ഞാൻ പറയാം. ഇവർ പോയ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം പണ്ടിവരുടെ പിതാവായ അബ്രഹാം ദൈവം വിളിച്ച സ്ഥലം. അബ്രഹാമിന് തീരെ ശാന്തമായിട്ടിരിക്കരുതേ. ഞാൻ ഇന്നലെയും പറഞ്ഞു, സഹോദരന്മാരുടെ ഇടയ്ക്ക് ഒരു ഹല്ലേലൂയൊക്കെ പറയാതെ പറയണമെന്നൊക്കെ പറഞ്ഞതാ. ആ ക്ലിപ്പ് എടുക്കാതെ അവരിന്നും വന്നേ. ചുണ്ടിലിട്ട ക്ലിപ്പും ഉണ്ട്. ഇതങ്ങനെയാണ്. ചിലപ്പോൾ ഇടയ്ക്ക് എടുക്കും, ഒരു ഹല്ലേലൂയ പറയും, വീണ്ടും ക്ലിപ്പിട്ടങ്ങ് വയ്ക്കും. അതാ ഒരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥ. അത് പാടില്ല. തുറന്ന വിട്ട നദി പോലെ സ്തോത്രത്തിന് അയവ് വരരുത്. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന ഈ അന്തരീക്ഷം മാറും. പക്ഷെ നമ്മളെ പിടിച്ചങ്ങനെ ഇരുത്തുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറയുന്നവരുണ്ട്. അത് എന്തോ ഒരു പ്രയാസം അതിനകത്തുണ്ട്. നമ്മളതിനെ അതിജീവിക്കണം. കർത്താവിൽ നമ്മൾ കരുത്തുള്ളവരാകണം, സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ നിന്ന് പ്രസംഗിക്കുമോ? എന്നെ ഇതൊക്കെ മടക്കി വീട്ടിൽ ചെന്നിരിക്കേണ്ടതാ, സ്തോത്രം. ആമേൻ. അങ്ങനെ നിർത്തുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ കണ്ടത്. ഏത് പ്രതിസന്ധിയിലും കരുത്തോടെ നിർത്താൻ ശക്തനാണ്, സ്തോത്രം. ഹല്ലേലൂയ. ഈ എബ്രായ ബാലന്മാരെ കൊണ്ട് വിഗ്രഹത്തെ വണങ്ങാൻ പറയുമ്പോൾ ഇവന്റെ അപ്പനോട് ദൈവം പറഞ്ഞു, അതിനെ വിട്ടേച്ച് നീ ഇറങ്ങാൻ പറഞ്ഞതാ. ഇതേ സ്ഥലത്തുനിന്ന് വിട്ടേച്ച് ഇറങ്ങാൻ പറഞ്ഞു അബ്രഹാമിനോട്. അവൻ ഹല്ലേലൂയ വിഗ്രഹത്തെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന അബ്രഹാം, വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഇവരുടെ പിതാവ്, അതിനെ തല്ലിപ്പൊളിച്ചേച്ച് തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങി. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? തേജോമയനായ ദൈവത്തെ കണ്ട് ആ ദൈവത്തിൻ്റെ വഴിയെ അവൻ നടക്കാൻ തുടങ്ങി. സ്വന്തം ഭവനത്തെ, പിതൃഭവനത്തെയും ചാർച്ചക്കാരെ എല്ലാം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ധൈര്യത്തോടെ പുറപ്പെട്ട പിതാവിൻ്റെ തലമുറകൾ വന്നപ്പോൾ ശത്രു പിടിച്ചുകൊണ്ട് അതേ പട്ടണത്തിൽ മടക്കിക്കൊണ്ടുപോയി ബിംബം ഉണ്ടാക്കി വെച്ച് പറയുക, വീണ് നമസ്കരിക്കണം, വീണ് നമസ്കരിക്കണം. ഇത് ശത്രുവിൻ്റെ ഒരു അജണ്ടയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയാം, എൻ്റെ മുമ്പിലിരിക്കുന്ന യൗവന മക്കളോട് പറയാം. ഇന്നും പലരും വന്നിട്ടില്ല. യൗവന മക്കളോട് പറയാം, പിശാചിന് വേണ്ടത് നിങ്ങളെയാ. ഒരു കാലഘട്ടം മുഴുവൻ ദൈവസഭ കരുത്തോടെ നിന്ന് വിശുദ്ധിയിലും വേർപാടിലും ആത്മാവിൽ ആരാധിച്ച് ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ച് ആരാധിച്ചു പോന്ന ഇടത്ത് അതിനെ തള്ളാൻ പറയുന്ന, അതിനെ വിട്ടുകളയാൻ പറയുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. പിതാക്കന്മാർ മുറുകെ പിടിച്ച വിശ്വാസത്തെ ത്യജിക്കാൻ പറയുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അതിനുപയോഗിക്കുന്നത് യൗവന തലമുറയാണ്. അവരിൽ പലരും നിരീശ്വരവാദികളായി, അവരിൽ പലരും ദൈവത്തെ വിട്ടു പോകുക. ഞാൻ അന്ന് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, കഞ്ചാവ് വിൽക്കുന്ന യൗവനക്കാര്, കഞ്ചാവ് അടിക്കുന്ന യൗവനക്കാര്, മയക്കുമരുന്ന് വിൽക്കുന്ന യൗവനക്കാര്, മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന യൗവനക്കാര്, അവരെ മതി. സ്തോത്രം. ഏത് മനുഷ്യൻ വന്നാലും ആര് വന്നാലും യൗവന തലമുറയെ മതി, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മതി. അവരുടെ അകത്ത് നിന്ന് സ്തോത്രം പിള്ളേരെ പിടിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അവരോട് ആവശ്യപ്പെടുക മുട്ടുമടക്കാൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളോട് ഞാൻ പറയാ, ഇതിനകത്തിരിക്കുന്ന ആത്മീക സന്തതികളോട് ഞാൻ പറയാ, ഒരു കാരണവശാലും മുട്ടുമടക്കരുത്. വിട്ടിറങ്ങിയതായിരിക്കണം. ഇനി എത്ര പ്രതിസന്ധി കൊണ്ടുവന്ന് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും, എന്നാ സുഖ സൗകര്യം കിട്ടുമെന്ന് പറഞ്ഞാലും വിട്ടതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കരുത്. നന്മകളെ നന്മയെന്നെണ്ണണം. മൂല്യമുള്ളതിന് മൂല്യമുള്ളതെന്ന് പറയാനും അതിനെ മുറുകെ പിടിക്കാനും പഠിക്കണം. സ്തോത്രം. ഒരു ശത്രു ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റാലും ഈ ദൈവസഭ പറയണം, എൻ്റെ മുട്ടുകുത്തിക്കാൻ നിനക്ക് കഴിയത്തില്ല.
നിനക്ക് കഴിയത്തില്ല. ഈ സത്യവചനം പറയുന്ന പ്രമാണത്തിന് വിരോധമായി സാഹചര്യം എങ്ങനെ വന്നാലും, കാലം എങ്ങനെ പെയ്യാല്, ഇനിയിപ്പോ ഒരു അടിമത്വത്തിലേക്ക് ഞാൻ പോയാല്, ആമേൻ, രാജ്യത്തിലെ ഭരണകർത്താക്കൾ മുഴുവൻ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം വിഗ്രഹത്തെ വണങ്ങാൻ പറഞ്ഞാല്, ആമേൻ, ഞാൻ ഹല്ലേലൂയ ആമേൻ വിട്ടിറങ്ങിയത് ജീവനുള്ള ദൈവത്തിന് വേണ്ടിയാണ്. എൻ്റെ മുഴങ്കാൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ മടങ്ങത്തില്ല, എൻ്റെ അധരം അവനെ സ്തുതിക്കത്തില്ല, വിശുദ്ധ ജീവിതം വിട്ട് ഞാൻ ഓടത്തില്ല, ദൈവത്തിന്റെ പ്രമാണത്തെ മറന്ന് ഞാൻ മുമ്പിലേക്ക് പോകത്തില്ല എന്ന് ഇതിനകത്തിരിക്കുന്ന തലമുറ തീരുമാനിക്കണം, മാതാപിതാക്കൾ തീരുമാനിക്കണം. അവിടെയാണ് ജയം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിൽ കരുത്ത് പ്രാപിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വണങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയണം. സ്തോത്രം. പരിശോധിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. മെല്ലെ മെല്ലെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പാടില്ല, മുട്ടുമടക്കരുത്, നട്ടെല്ല് നിവർത്തി നിന്ന് വചനത്തിന് വേണ്ടി നിൽക്കണം. ഈ സഹോദരന്മാർ പറഞ്ഞു നടക്കത്തില്ല. അവരുടെ വിശ്വാസത്തെ അവർ പ്രഖ്യാപിച്ചു. കേട്ടെ, അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. എന്താ വിശ്വാസം? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ല എങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, വണങ്ങത്തില്ല. അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. പുതിയ നിയമത്തിൽ നമുക്ക് ആഹ്ലാദം തരുന്ന വിഷയമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. എന്നിട്ടും ആരും ചിരിക്കുന്നില്ല. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. നമുക്കതില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കാണത്തില്ല. എനിക്കറിയാം. സ്തോത്രം. അങ്ങനെ തന്നെ ഇരിക്കും. സ്തോത്രം. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ഇവർ വിശ്വസിച്ചു, വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. പക്ഷെ താൽക്കാലമെങ്കിലും ഇവരുടെ കണ്ണുകൊണ്ട് കണ്ടത് ദൈവമഹത്വം എന്ന് പറയാൻ പറ്റാത്ത കാര്യമാണ് കണ്ടത്. അവരെ നോക്കിയപ്പോൾ സ്തോത്രം രാജാവ് ബലത്തോടെ നിൽക്കുന്നു, ശത്രു ബലത്തോടെ നിൽക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്തോത്രം യവന്മാരെ മൂന്നുപേരെ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല അവിടെ? ഹല്ലേലൂയ. ആരാധനയാ വിഷയം, വിശ്വാസമാണ് വിഷയം. ആമേൻ. സ്തോത്രം. ദൈവവും പൈശാചിക ശക്തികളും തമ്മിലുള്ള പ്രശ്നം, ആത്മാവിലെ ശോധന, വിശ്വാസത്തിന്റെ പരിശോധന, ഇതെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ. സ്തോത്രം. ഇവർ ഹല്ലേലൂയ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവരെ കയ്യേയും കാലിനെയും വരിഞ്ഞു കെട്ടി. സ്തോത്രം. ആമേൻ. രാജാവ് ഓർഡർ കൊടുത്തു, തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിക്കണം. ആമേൻ. മാന്യമായിട്ട് കത്തിക്കൊണ്ടിരുന്ന ചൂടിന്റെ ആമേൻ തീയുടെ ചൂട് എന്ത് ചെയ്തു? വർദ്ധിക്കത്തക്കവണ്ണം ചെയ്തു. വിശ്വസിച്ച ആമേൻ ഹല്ലേലൂയ ദൈവ മക്കൾക്ക് വേണ്ടി. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിശ്വസിച്ച ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്ന മക്കൾക്ക് വേണ്ടി സ്തോത്രം തീയുടെ ചൂട് വർദ്ധിപ്പിച്ചു. അവരെ കയ്യും കാലും കെട്ടി തോളത്തെടുത്തോണ്ട് ആമേൻ പോവുക, തോളത്തെടുത്തോണ്ട് പോവുക. എവിടെ? തീക്കകത്തെറിയാൻ. നിങ്ങൾക്കറിയാം ഇവരെ തീക്കകത്തെറിഞ്ഞു. സ്തോത്രം. പക്ഷെ അവിടെ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എറിയാൻ പോയവന്മാർ കരിഞ്ഞു. അല്ലേ ബിനോയ്? അല്ലേ? എറിയാൻ പോയവര് കരിഞ്ഞു പോയി. എറിയാൻ പോയവർ കരിഞ്ഞു പോയി. എന്നിട്ട് നീ അതിൻ്റെ അകത്തൂടെ നടക്കുക. മനസ്സിലായോ? എറിയാൻ പോയവർ കരിഞ്ഞ തീക്കകത്ത് നീ നടക്കുക. മനസ്സിലായില്ല? നിന്റെ പേര് വിളിച്ചു പറഞ്ഞതിനും കാര്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, എറിയാൻ പോയവർ നീ നടന്ന തീയുടെ ചൂടടിച്ച് കരിഞ്ഞെടുത്താണ് നിന്നെ ദൈവം നടത്തുന്നത്. മനസ്സിലാവുന്നോ? മനസ്സിലായില്ല? മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നീയും ഞാനും അനുഭവിച്ച അതേ കഷ്ടതയും സങ്കടവും അനുഭവിച്ച പലതും കരിഞ്ഞുപോയ ഇടത്ത് ഇന്ന് പകൽ നട്ടല്ലോടെ തൻ്റെ ഇടത്തോടെ കർത്താവിന് വേണ്ടി നിർത്തിയ ഒരു ദൈവമുണ്ട്. ആമേൻ. നിലനിർത്തിയ ഒരു കർത്താവുണ്ട്. നിലനിർത്തിയ ഒരു കർത്താവുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, പലരും കത്തിയമർന്ന പ്രതിസന്ധിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് ഇന്ന് പകലും നിന്നെ നിർത്തിയൊരു ദൈവമുണ്ട്. ആ തീക്ക് നിന്നെ കത്തിക്കാൻ പറ്റിയില്ല, ആ പ്രശ്നത്തിന് നിന്നെ ദഹിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ തീയുടെ ചൂട് അല്പമടിച്ച പലതും ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിലില്ല, വിശ്വാസത്തിലില്ല, കരുത്തോടെ ഇന്ന് പകൽ അവർ ദൈവ സന്നിധിയിലില്ല. പക്ഷെ ദൈവം ഇന്ന് പകൽ നിന്നെ നിർത്തിയിരിക്കുക, നിന്നെ നിർത്തിയിരിക്കുക. ആ തീക്കകത്ത് നീ നടക്കുക, ആ തീക്കകത്ത് നീ നടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നിങ്ങളിൽ പലരും സന്തോഷിക്കുന്നില്ലെങ്കിൽ എന്റെ സന്തോഷത്തിന് ഒന്നുകൂടെ പറയും. ആമേൻ. ഞാൻ നടക്കുന്ന തീ എന്നെ വെന്തു പോകാതെ എന്റെ കർത്താവ് അതിനകത്ത് നിർത്തിയിരിക്കുക. പക്ഷെ ഇതേ തീയുടെ ചൂടടിച്ച പലതും വീണു. പിടികിട്ടുന്നുണ്ടോ? അവരാ തീക്കകത്ത് പോലും വന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കിയേ, ആമേൻ, തീക്കകത്ത് പോയവന്മാർ കെട്ടഴിഞ്ഞ് യേശുവിന്റെ ഒപ്പം നടക്കുക. സ്തോത്രം. കർത്താവിന്റെ ഒപ്പം തീക്കകത്ത് നടക്കുക.
തീയുടെ മണമടിച്ചവൻ കരയിൽ തകർന്നു, തീയുടെ മണമടിച്ചവൻ കരയിൽ പട്ടു. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് പകൽ വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ, കരുതുന്ന ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നല്ല നാളുകൾ, നല്ല നാളുകൾ, നല്ല നാളുകൾ. തീക്കകത്ത് കരിയുന്ന നാളല്ല, പ്രശ്നത്തിൽ പട്ടുപോകുന്ന നാളല്ല, പ്രതികൂലം ഉണ്ടാക്കുന്നവന്റെ മുമ്പിൽ ഉടഞ്ഞു പോകുന്ന കഷ്ടതയുടെ കാലമല്ല. നിന്റെ ശത്രുവിന്റെ മുമ്പാകെ മേശ ഒരുക്കി നിന്നെ തീയിലേക്ക് എറിഞ്ഞവനും വെന്തു പോകുമ്പോൾ അതിന്റെ അകത്ത് നടത്തി തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന രാജാതിരാജാവിന് ഈ പകൽ സഭ മഹത്വം കൊടുക്കട്ടെ. ഓ താങ്ക് യു ജീസസ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വൻതുൻപ നേരത്തിലും എന്നെ പിരിഞ്ഞു നീ പോകുന്നില്ല. വൻതുൻപ നേരത്തിലും എന്നെ പിരിഞ്ഞു നീ പോകുന്നില്ല. പെറ്റ തള്ളയിലും അധികം അനുദിനം പാലിക്കും കൃപയതു നിനച്ചാൽ ധരയിലെ ജീവിതം എനിക്കാനന്ദം. അനുദിനം പാലിക്കും കൃപയതു നിനച്ചാൽ ധരയിലെ ജീവിതം എനിക്കാനന്ദം. ഇത്ര നൽ സഖിയായി ആരുമില്ലേ, പരനെ നീ ഒഴിഞ്ഞികത്തി. ആരിലുമധികം എന്നെ അറി വേറൊരു തുണയാരുള്ളൂ. ഇത്ര നൽ സഖിയായി ആരുമില്ലേ, പരനെ നീ ഒഴിഞ്ഞികത്തി. ആരിലുമധികം എന്നെ അറി വേറൊരു തുണയാരുള്ളൂ. അനുഭവത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എത്ര രോഗം, എത്ര പ്രതിസന്ധി, എത്ര കഷ്ടത. ഇതിനകത്തും പരിധി വിട്ടാൽ പിടിച്ചു നിർത്താൻ പറ്റാതെ പൊട്ടിക്കരയത്തക്ക വലിയ വേദന നിന്റെ ജീവിതത്തിലുള്ളപ്പോഴും ഞാൻ പറയാം, ഇതേ വേദന പലരുടെ ജീവിതത്തിലും വന്നവർ ജീവിതം അവസാനിപ്പിച്ചവർ, വിശ്വാസം അവസാനിപ്പിച്ച് അവർ ഒരു സൈഡിൽ ഒതുങ്ങിയപ്പോൾ ഈ തീക്കകത്തുകൂടെ നിന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഈ തീക്കകത്ത് നിന്നെ നിർത്തിയ ഒരു കർത്താവുണ്ട്. ഈ തീക്കകത്ത് നിന്നെ നിലനിർത്തിയ ഒരു കർത്താവുണ്ട്. ഇവിടെയും വിശ്വാസം പ്രഖ്യാപിക്കാൻ, ഇവിടെയും കരുത്തോടെ പ്രസംഗിക്കാൻ, ഇവിടെയും കരുത്തോടെ പ്രാർത്ഥിക്കാൻ ഇന്ന് പകലും ഹല്ലേലൂയ പിശാചിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ, വിശ്വാസത്തെ അടിയറവ് വയ്ക്കാതെ കരുത്തോടെ നിർത്തിയ നല്ല നാഥന് വലിയ തുൻപ നേരത്തിൽ വിട്ടുപിരിയാതെ തീക്കകത്തും ഇറങ്ങി നടന്ന നാഥന്, തീക്കകത്തും കൂടെ വന്ന കർത്താവിന് മഹത്വം കൊടുക്കാൻ എത്ര പേർ ഈ സഭയ്ക്കകത്തുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. തീക്കകത്ത് നടക്കുന്ന നല്ല നാളുകൾ, സ്തോത്രം. ഞാൻ പറയട്ടെ, കഷ്ടതയിലും വേദനയിലും ശൂന്യതയിലും പ്രതിസന്ധിയിലും ഇതുവരെ കൊണ്ടുവന്നത് കരിഞ്ഞ് ചാകാനല്ല, കരഞ്ഞു തീരാനല്ല. ഈ പ്രശ്നത്തെ അതിജീവിച്ച് ഇന്ന് പകല് വന്ന് ഇവിടെ നിൽക്കുന്നത്. ആമേൻ, സ്തോത്രം. അങ്ങനെയായിരുന്നു ഇതിനു മുമ്പേ പട്ട് തൊലഞ്ഞു പെയ്യാനെ. ആര്, ഏത് പിശാച്, ഏത് മനുഷ്യൻ എത്ര തീ കത്തിച്ചാലും പുറത്തു വന്നിരിക്കും, പുറത്തു വന്നിരിക്കും, പുറത്തു വന്നിരിക്കും. നല്ല നാള് കണ്ടിരിക്കും, നന്മയുടെ സമയം വന്നിരിക്കും.
ആമേൻ, സ്തോത്രം. ഒരു ജയത്തിന്റെ അനുഭവത്തിൽ തീക്കകത്ത് നിന്ന് കയറിയ, തീ ചൂളക്കകത്ത് നിന്ന് കരകയറിയ നിന്നെയും എന്നെയും ലോകം കാണാൻ പോകുന്നു. തകർന്നു പോകാതെ, കരിഞ്ഞു പോകാതെ, പട്ടുപോകാതെ, തീയിൽ നിന്ന്, പ്രശ്നത്തെ അതിജീവിച്ച് പുറത്തു വന്ന നിന്നെ ലോകം കാണാൻ പോവുക. അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ഒരു രാജ്യം മുഴുവൻ പറഞ്ഞു, ഇതിനകത്തുനിന്ന് പുറത്തു വരത്തില്ല എന്ന്. നീ തെളിയിക്കാൻ പോവുക, നിന്റെ ദൈവം തെളിയിക്കാൻ പോവുക. നിന്റെ നല്ല നാളുകൾ ജനം കാണാൻ പോവുക. സ്തോത്ര. പുറത്തു വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്ര. ഞാൻ എൻ്റെ സന്തോഷം പറയുന്നത് അതാ, ഭയങ്കര സന്തോഷം എനിക്ക്. ഞാൻ ഹല്ലേലൂയ അത് ആവർത്തിച്ച് അവർ ചിന്തിക്കും, എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷം. എനിക്ക് നല്ല ഉറപ്പാ, ഈ തീയുടെ മണം അടിച്ച പലരും ഇല്ല. പക്ഷെ ഈ തീക്കകത്ത് ഞാൻ നടക്കുന്നെങ്കിൽ എൻ്റെ കരം ഒരുത്തം പിടിച്ചിട്ടുണ്ട്, നമ്മുടെ കൈ ഒരുത്തം പിടിച്ചിട്ടുണ്ട്. ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിന് മറ്റൊരു തെളിവ് വേണോ? ദൈവം ഇന്ന് പകൽ കൂടെ ഉണ്ടെന്നുള്ളതിന് മറ്റൊരു തെളിവ് വേണോ? 2023 11-ാം മാസത്തിൽ ഇന്ന് പകൽ ദൈവം നിന്റെ കരം പിടിച്ച് നിന്റെ കൂടെ നടക്കുന്നു. എന്തിനാ? ആമേൻ, കെട്ടഴിക്കാൻ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ സമയമായി. നല്ല നാളുകളുടെ സമയം വന്നു. ഇന്ന് കാണുന്ന പ്രതിസന്ധിക്കപ്പുറം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം. അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വരുമ്പോ ലാസർ പന്തിക്ക് ഇരിക്കുക. ലാസർ എടുക്കണ്ട, പന്തിയിൽ ലാസർ ഇരിക്കുക. അതിന്റെ തൊട്ട് മുമ്പത്തിലെ അധ്യായത്തിൽ പോയി കഴിഞ്ഞാൽ ഇവൻ കല്ലറയ്ക്കകത്തിരിക്കുക. 12-ാം അധ്യായത്തിൽ ലാസർ എവിടെ ഇരിക്കുക? പന്തിക്ക് ഇരിക്കുക. തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ അവൻ എവിടെ ഇരുന്നു? കല്ലറയ്ക്കകത്തിരുന്നു. അപ്പൊ നീ പന്തിയിൽ ഇരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ച, കല്ലറയെ പൊളിച്ചിട്ടാണെങ്കിലും നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നീ പന്തിയിലിരിക്കണം. നാളെ നീ പന്തിയിലിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ കല്ലറയ്ക്കകത്ത് പോയാലും കല്ലറയെ പൊളിച്ചു കൊണ്ടുവന്ന് നിന്നെ ഇരുത്താൻ പറ്റുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ പറയാൻ കരുത്തുള്ള എത്ര പേരുണ്ട്? ഞാൻ ബലത്തോടെ വിളിച്ചു പറയുന്നു, പന്തിയിൽ നാളെ ഇരിക്കേണ്ട നിന്നെ കല്ലറയ്ക്കകത്ത് ഒതുക്കിയാലും കല്ലറ പൊളിച്ച് പുറത്തു കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുന്ന ഒരു നല്ല കർത്താവ്. Hallelujah! Thank you, Jesus. സ്തോത്രം. അങ്ങനെയെങ്കിൽ നല്ല നാൾ വരും. സ്തോത്രം. ഒന്ന് എന്നെ നോക്കി ഉറക്കെ പറഞ്ഞ നല്ല നാൾ വരുമെന്ന്. അയ്യോ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും വന്നോളൂ. കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. കരുത്തോടെ പറയണം. ഇല്ലയാരണേ, ദൈവത്തിൽ അങ്ങ് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് പകൽക്കാലം പറയുന്ന ഓരോ വാക്കുകളും ഹൃദയത്തിൽ തളയ്ക്കണം. വിശ്വാസമായത് പരിണമിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. സ്തോത്രം. നിന്നെ ഹല്ലേലൂയ ഇരു കാലുകളിലും വലിച്ചു മുക്കി ആഴത്തിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പരുവത്തിലായിരിക്കും ഇതിനകത്തിരിക്കുന്ന പിശാച്. അങ്ങനെ ഇരിക്കുന്നതായിരിക്കും. സ്തോത്രം. അങ്ങനെ കഴിയത്തില്ല പിശാച്, നിനക്ക് കഴിയത്തില്ല. കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് പൂട്ടിയിട്ട് ചിരിച്ചാൽ അതിനെ പൊളിച്ച് പുറത്തെടുത്തുകൊണ്ട് വന്ന് ഇരുത്തുമെന്ന് പറഞ്ഞിടത്ത് തമ്പുരാൻ ഇരുത്തുമെന്ന് പറഞ്ഞിടത്ത് ദൈവം ഇരുത്തിയിരിക്കും. സ്തോത്രം. അതിന് കഴിയുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. തിന്മയുടെ നാളുകളല്ല, നന്മയുടെ നാളുകൾ വരും. ഒരു ഭാഗം കൂടെ, ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു. എനിക്ക് പറയണമെങ്കിൽ 3 ഭാഗം പറയാനുണ്ട്. നിങ്ങളുടെ ആ ഒരു ആവേശമൊക്കെ കാണുമ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ചിന്തിക്കുക. കാരണം നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. സ്തോത്രം. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13-14. ഒരു പ്രസംഗമല്ല കേട്ടോ, ദൈവം തന്ന ചില ചിന്തകൾ മാത്രമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു.
എലീശ ഇക്കരയ്ക്ക് കടന്നു. മതി, ഹല്ലേലൂയ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 2-3 വാക്ക് അവിടെ പറയുന്നത്. സ്തോത്രം. ഞാൻ പ്രസംഗിച്ച വിഷയം ഇത് കണക്ഷൻ ഉള്ളതുകൊണ്ട് പറയുക. ആമേൻ. ഈ ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ച് നിൽക്കുക ആര്? എലീശ. പുതപ്പ് കൃത്യമായിട്ട് എലീശയുടെ മേൽ വന്നു. ആമേൻ. ഏലിയാവിന് ഒത്തിരി പ്രവാചക ശിഷ്യന്മാരുണ്ട്. ആർക്കുമില്ലാത്ത അടങ്ങാത്തൊരു ദാഹം എലീശയ്ക്ക്. ആമേൻ. ഏലിയാവ് പറഞ്ഞു, എന്നെ ദൈവം എരിഹോവിൽ അയച്ചു. അവൻ പറഞ്ഞു, യഹോവയാണ് എൻ്റെ ജീവനാണ്, ഞാൻ എരിഹോവിൽ വരും. എന്നെ ബഥേലിൽ അയച്ചു. യഹോവയാണ് എൻ്റെ ജീവനാണ്, ഞാൻ നിന്റെ പുറകെ വരും. മറ്റു പ്രവാചക ശിഷ്യന്മാരെല്ലാം മാറി നിൽക്കുക. അവർക്കൊന്നുമില്ലാത്തൊരാഗ്രഹം, ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകം എനിക്ക് വേണം. എൻ്റെ വിഷയം ഹല്ലേലൂയ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനേ ഉള്ളൂ. അവിടെ കുഞ്ഞുങ്ങളെ ഉണർത്തുക. ഈ പകൽ ദാഹം വർദ്ധിക്കട്ടെ. നീ തീരുമാനിക്കണം, പുതപ്പ് നിന്റെ മേൽ വരണമോ മറ്റൊരുത്തൻ്റെ മേൽ വേണോ? നീ തീരുമാനിക്കണം. അവൻ പുറകെ നടക്കുക. ഏലിയാവ് എടുത്തുകൊണ്ടു. ഏലിയാവിനെ ചുഴലിക്കാറ്റിലെടുത്തു. പറഞ്ഞതുപോലെ എലീശ ചെയ്തു. ഞാനതൊക്കെ പ്രസംഗിച്ചു. ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് വീണ്ടും ഞാൻ ആവർത്തിക്കും. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. പുതപ്പ് കൃത്യതയോടെ അവൻ്റെ മേൽ വന്നു. ഇരട്ടിപ്പങ്ക് അഭിഷേകം. പുതപ്പെടുത്തോണ്ട് വന്ന് യോർദാനിട്ട് ഒറ്റയടി. ഏലിയാവിൻ്റെ ദൈവം എവിടെ? യോർദാൻ 2 കീറി. അത്ഭുതങ്ങൾ ചെയ്യുക എലീശ. ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്തു. ഞാനതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്തു. സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ പറയട്ടെ, ഈ എലീശ ഹല്ലേലൂയ പരിശുദ്ധാത്മ നിറവിലായി, ആമേൻ, ഒരു ശക്തനായ പ്രവാചകനായി, ഒരുപാട് പ്രവാചക ശിഷ്യന്മാർ, ഒത്തിരി അത്ഭുതങ്ങൾ, ദൈവത്തിന് വേണ്ടി തീഷ്ണമായി ആ മനുഷ്യൻ നിന്നു. സ്തോത്രം. ഒരു അസാധാരണ കാലഘട്ടം എലീശയ്ക്ക്. പക്ഷെ എലീശ എവിടെ നിന്ന് വന്നു എന്നറിയാമോ? എലീശ ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ പിടിച്ച്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എലീശ എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്നേ. 19 കൂടെ വായിച്ചേ. 19 കൂടെ. നല്ല കാലം വരാൻ പോവാ. സ്തോത്രം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ. മതി. സ്തോത്രം. ഞാൻ സഹോദരന്മാരെ നോക്കി പറയട്ടെ, ഈ മനുഷ്യൻ കാലഘട്ടത്തിന്റെ പ്രവാചകനായി നിൽക്കുക. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ വന്നു. ഞാൻ ഈ വചനം ഇന്നലെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, പുതപ്പെടുത്ത് അടിക്കുക, യോർദാൻ കീറുക, അല്ലേ? ഭയങ്കര അത്ഭുതങ്ങൾ അവൻ ചെയ്യുക. എലീശ ചെയ്ത അത്ഭുതങ്ങൾ നമുക്കറിയത്തില്ലേ? അപ്പം പെട്ടെന്ന് ഈ ഭാഗം എൻ്റെ ഹൃദയത്തിൽ തന്നെ എവിടെ നിന്നാണ് വന്നേ? അപ്പം എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത ഇതാണ് കേട്ടോ. ഈ ചേറ്റ് കണ്ടത്തിൽ ഒരു കാളയോടൊപ്പം ഇവൻ മുഖമേറ്റുകൊണ്ട് ഉഴുതുകൊണ്ടിരിക്കുക. ഇവനൊരു നല്ല കാലം ആരെങ്കിലും പ്രവചിക്കുമോ? നല്ല നാൾ വരുന്നു. സഹോദരന്മാർ കേൾക്കണം. എവിടെ നിന്നാ വന്നേന്നറിയാമോ? ചേറ്റ് കണ്ടത്തിൽ ഒരു കാളയുടെ ഇപ്പുറത്ത് കാളയ്ക്ക് പകരക്കാരനായി മുഖം വച്ച് ഉഴുതുകൊണ്ടിരിക്കുന്ന എലീശയൊന്ന് കണ്ടേ. നിനക്ക് നല്ല കാലം വരെത്താൻ ദൈവത്തിന് പറ്റുമോ? നിനക്കൊരു നല്ല നാൾ, ഒരു ശുശ്രൂഷ പ്രാപിക്കാൻ പറ്റുമോ? സ്തോത്രം. നിങ്ങളത് കണ്ടേ, എലീശയെ കണ്ടേ? അത് കാണണം. നിങ്ങളുടെ നാട്ടും പുറത്ത് ഒഴിവ് കണ്ടിട്ടുള്ളത് കാണണം. ഒരു കാളയ്ക്ക് പുറത്ത് കാളയ്ക്ക് പകരം നിന്നുകൊണ്ട് കലപ്പ വലിക്കുന്ന എലീശയെ കാണണം. ഉഴുതു മറിക്കുന്ന എലീശയെ കാണണം. അവൻ്റെ മേലെ ഈ പുതപ്പ് വന്നേ. അവൻ്റെ നല്ല കാലത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, ആമേൻ, ഒരു നല്ല കാലം വരുമെന്ന് പറയുമ്പോൾ നീ ചേറും ചെളിയും നിറഞ്ഞ കണ്ടത്തിലാണ് ഇന്ന് പകൽ നിൽക്കുന്നതെങ്കിലും, ഒരു നല്ല കാലം വരുമെന്ന് പറയുമ്പോൾ ഒരു സാധ്യതയില്ലാത്ത ഇടത്താണ് നിന്റെ ജീവിതത്തെ ഇന്ന് പകൽ നീ കാണുന്നതെങ്കിലും, ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നിന്നെ കണ്ടിട്ടാ ഈ ദൂത് പറയുന്നേ. ദൈവം നിന്നെ കണ്ടിട്ടാ ഈ പറഞ്ഞ സകല ദൂതുകളും ഇതിനകത്തിട്ടത്. തെറ്റാതെ ആ നല്ല നാളുകൾ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കും. അസാധാരണമായിട്ട് നീ ഹല്ലേലൂയ വിടുതൽ അനുഭവിച്ചിരിക്കും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്തിനാണെന്നറിയാം അത്രയും ഷോർട്ടായിട്ട് പറഞ്ഞ് ഒറ്റ വാക്യം കൂടെ വായിക്കാൻ വേണ്ടിയിട്ട്. ഇയ്യോബിന്റെ പുസ്തകം 29 1 മുതൽ 5 വരെ. ഇയ്യോബിന്റെ പുസ്തകം 29. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളൊന്ന് സംഗ്രഹിച്ചെടുക്കണേ ദൂത്. ഞാനിങ്ങനെ ചാടി പോവാ, നിവൃത്തിയില്ലാത്തോണ്ടാ. നിങ്ങൾ ശ്രദ്ധിച്ച്. ഇയ്യോബ് തൻ്റെ നല്ല കാലത്തെ ഓർത്ത് തൻ്റെ കഷ്ടതയുടെ നാളിൽ പറയുക. എന്നതാ പറയണെന്ന് കണ്ടോ? ദൈവം കൂടെ ഉണ്ടായിരുന്ന നാള്, മക്കൾ എന്നോട് ചേർന്നിരുന്ന നാള്. അതിൻ്റെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ 4 വെണ്ണ കൊണ്ട് കഴുകി. ഭയങ്കര അഭിവൃദ്ധി. യൗവനക്കാർ അവനെ കണ്ട് ഓടി ഒളിക്കുന്നു. സമൂഹത്തിൽ സന്തോഷത്തോടെ സമൃദ്ധിയോടെ. അതിനകത്തൊരു സങ്കടം തോന്നുന്ന ഒരു വാക്കാണ്,
അവൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവം അവനും എന്തുവാ? ഫ്രണ്ട്സ് ആയിരുന്നു അവര്. എൻ്റെ ദൈവത്തിൻ്റെ സഹിത്വം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ നല്ല നാള്, എൻ്റെ മക്കൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന നല്ല നാള് ഇയ്യോബ് കൊതിക്കുക. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്നാ സംഭവിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അപ്പോസ്തല പ്രവർത്തനം ചിന്തിച്ചല്ലോ, സഭയ്ക്ക് സമാധാനം പോയി, എല്ലാം നഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ വക എല്ലാ നന്മകളും പോകാൻ അവൻ്റെ ജീവിതത്തിൽ രോഗം വന്നു. അല്ല, ഇന്നവന് സന്തോഷമില്ല. ഇയ്യോബിൻ്റെ നഷ്ടം ഒന്ന്, അവൻ്റെ ശരീരത്തിൽ രോഗം. ശ്രദ്ധിച്ച് കേൾക്കണം, അഴുകി നശിക്കുക അവൻ്റെ ശരീരം. രണ്ടെന്നതാ, അവൻ്റെ കുടുംബം തകർന്നു ഇയ്യോബിൻ്റെ. അതിനെ മനസ്സിലാകുന്ന ഭാര്യ എന്ന് പറഞ്ഞു, നീ എന്ത് ചെയ്ത്? ഈ ദൈവത്തെ തള്ളിയിട്ട് ചത്തുകളെ അല്ലേ? മക്കൾ നഷ്ടപ്പെട്ടു, ഒന്നുപോലും ബാക്കിയില്ല, ഒരു കുഞ്ഞുങ്ങൾ ബാക്കിയില്ലാതെ എല്ലാ മക്കളും നഷ്ടപ്പെട്ടു. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും ഇയ്യോബിന് നഷ്ടപ്പെട്ടു. ആരോഗ്യം പോയി, സമ്പത്ത് പോയി, ആടുമാടുകൾ. അത് നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മനസ്സിലാകും എത്രത്തോളം അവന് സമ്പത്തുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്ക് രോഗിയായി ദൈവസന്നിധിന്ന് പറയുക, ആ നല്ല നാള് എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം കൂടെ ഉണ്ടായിരുന്ന, ദൈവത്തിൻ്റെ സാഹിത്യം ഉണ്ടായിരുന്ന, എൻ്റെ മക്കളൊക്കെ എന്നോട് ചേർന്ന് നടന്ന, എന്നാ ഒരു ആഗ്രഹമല്ലേ അത്? ഏത് മനുഷ്യനും ആഗ്രഹിച്ചു. പക്ഷെ എല്ലാം നശിക്കപ്പെട്ടവനായി തകർന്നവനായി ഇരിക്കുമ്പോൾ ഇവൻ്റെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇവന് പറയാൻ പറ്റും ഒരു നല്ല നാൾ വരുമെന്ന്. പക്ഷെ ഇവൻ്റെ ജീവിതത്തിൽ ദൈവം നല്ല നാൾ മടക്കി കൊടുത്തു. അവൻ്റെ ജീവിതത്തിൽ നല്ല നാൾ മടക്കി. ഞാൻ എന്തിനാ ശാന്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നറിയോ? നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ നമുക്കറിയാം. അവസാനം ദൈവം അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തു. എൻ്റെ മക്കളുടെ പേര് വരെ എഴുതി വെച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള വിഷയം. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തു. എത്രയോ ആടുമാടുകൾ, സംഖ്യയൊക്കെ നമുക്കറിയാം. മക്കൾ അതെല്ലാം കത്തിക്കരിഞ്ഞ ചാരത്തിൻ്റെ മുകളിൽ ഇരുന്നോണ്ടാ ഇവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവം പറഞ്ഞാൽ നല്ല നാള് വരുമെന്ന് ദൈവം പറഞ്ഞാൽ കൃത്യമായിട്ട് അത് വന്നിരിക്കും. നഷ്ടപ്പെട്ടതും കത്തിക്കരിഞ്ഞതും ചാരമായതും തകർന്നു പോയതും തകർത്തു കളഞ്ഞതും, അങ്ങനെ ഒരു സംവത്സരത്തെക്കുറിച്ച് നീ ഭാരപ്പെടുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. കർത്താവ് പറയുന്നത് നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരും. യോബിനെ ഇപ്പൊ വിളിച്ച് 42 അധ്യായം കഴിഞ്ഞ് തട്ടി വിളിച്ച്, യോബ് എങ്ങനെയുണ്ട്? അവൻ പറയും, ദൈവത്തിൻ്റെ സഹിത്വമുണ്ട്, മക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്, കുടുംബം എൻ്റെ കൂടെ ഉണ്ട്, നഷ്ടപ്പെട്ട ആടുമാടുകളുടെ ഇരട്ടി ഇപ്പൊ തൊഴുത്തിൽ നിൽപ്പുണ്ട്, എല്ലാം ഇരട്ടിയായി ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രോഗത്തെ മാറ്റിക്കൊണ്ട് നിനക്കൊരു നല്ല കാലം തരാൻ പോകുക. നിന്റെ തലമുറയെ മടക്കി തന്നുകൊണ്ട് നല്ല കാലം ദൈവം തരാൻ പോകുക. നിന്റെ സമ്പത്ത് ഇരട്ടിയായി തന്നുകൊണ്ട് നിനക്ക് നല്ല കാലം തരാൻ പോകുക. നിന്റെ ആരോഗ്യം മടക്കി തന്നുകൊണ്ട് നിനക്ക് നല്ല കാലം തരാൻ പോകുക. ഞാനിനി എങ്ങനെയാണ് അത് വിശദീകരിക്കേണ്ടത് എനിക്കറിയത്തില്ല. ദൈവം ഈ ദൂത് പറയുന്നതിൻ്റെ അകത്ത് ഇതെല്ലാം ഇന്ന് പകൽക്കാലമുണ്ട്. ഞാൻ പറയുന്നു, കഷ്ടതയിൽ അകന്ന് ചെന്ന് പരിഹസിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ കർത്താവ്. ഇന്ന് പകൽക്കാലം നമ്മെ കണ്ടറിഞ്ഞ് ഈ ശോധനയ്ക്കകത്തുകൂടെ കടത്തിവിട്ടാൽ നിന്നെ അപ്പുറത്ത് ഹല്ലേലൂയ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. കുറേ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മൾ കേട്ടു ഇന്ന് പകൽ. എത്ര പേർ അതിനകത്ത് കരുത്തോടെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇന്ന് പകൽ പറ്റും എനിക്കറിയത്തില്ല. അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നൊക്കെ ദൈവം ഇടപെട്ട് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട വിഷയങ്ങളാണ് നമ്മൾ അത് തൊട്ട് കയറി വന്നത്. സ്തോത്രം. ഇന്ന് പകൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നാളുകൾ, നല്ല ദിനങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ വീട്ടിൽ ചെന്ന് യിരെമ്യാ പ്രവചനം 33 അധ്യായം ഒന്ന് വായിക്കണം. അതിൻ്റെ 6 മുതൽ 11 വരെ നിങ്ങൾ വായിക്കണം. അതിനകത്ത് ഈ പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം കിടപ്പുണ്ട്. ദൈവം തന്ന ഞാൻ അതിലോട്ട് കയറുന്നില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവസന്നിധി പറയും, കർത്താവേ ഞാനിത് വിശ്വസിക്കുന്നു, സ്തോത്രം, നല്ല നാൾ വരും. ഞാൻ ഒന്നുകൂടെ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യം ഞാൻ പറയാം. എന്നതാ? ഹല്ലേലൂയ. സഭയ്ക്ക് സമാധാനം വരും, സഭ ആത്മീക വർധന പ്രാപിക്കും, അത് പെരുകും. അത് എല്ലാ മേഖലയിലും, വ്യക്തികളിൽ, കുടുംബത്തിൽ, ആത്മീകത്തിൽ, ഭൗതികത്തിൽ ഇന്ന് പകൽക്കാലം സർവശക്തൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അത് ഹല്ലേലൂയ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേറ്റാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കരം ഇതിൻ്റെ അകത്ത് ഹല്ലേലൂയ ശക്തമായി ചലിക്കുക. നിരാശപ്പെട്ടു പോകാതെ ദൈവം തന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഒന്ന് മുറുകെ പിടിച്ച്, പലർക്കും അത് ആസ്വദിപ്പാൻ ഇന്ന് പകൽ കഴിയാതിരിക്കുമ്പോൾ നിന്നിൽ നിന്നാണ് ആ ബലം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടേണ്ടത്. നിന്നെ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരുക്കുകയാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച്, നീ വന്നപ്പോൾ നിന്റെ ഹൃദയത്തെ ഭരിച്ച ഭാരം, ഈ ആഴ്ച മുഴുവനും നിന്റെ ഹൃദയത്തെ തകർത്ത ചിന്തകളെ മാറ്റിവെച്ചേച്ച് പറ, എന്തു വന്നാലും നന്മയുടെ നാളുകൾ, എന്തു വന്നാലും നല്ല നാളുകൾ എൻ്റെ കർത്താവ് എനിക്ക് തരും.
എത്ര പേർ കരുത്തോടെ ഈ പകൽക്കാലം വിശ്വസിക്കും? ആത്മീക വർധനവ് എനിക്കുണ്ടാകും. സഭയെ സ്നേഹിക്കുന്നവർ പറഞ്ഞ് അത് പെരുകും. സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകും. തകർക്കുന്നതിനെ ദൈവം തകർക്കും. നിനക്കിന്ന് ദോഷമായി നിൽക്കുന്നവൻ സമാധാനം ഉണ്ടാക്കുന്നവനായി മാറും. എത്ര ആലോചനകൾ പ്രിയരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നീ കല്ലറയ്ക്കകത്ത് പോയാലും നിന്നെ ഹല്ലേലൂയ പന്തിയിലിരുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കും? ചേറുകണ്ടത്തിൽ ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല, കാള മാത്രമാ കൂട്ട്. സ്തോത്രം. കഠിനമായി അധ്വാനിക്കുന്ന നിന്നോട് പറയാനുള്ളത്, നിന്റെ അധ്വാനം വൃഥാവാകത്തില്ല. അവിടെ നിന്നെ കാണുന്ന ഒരുവനുണ്ട്. നിന്റെ നല്ല നാളുകൾ, നീ അധ്വാനിച്ചത് ഓടിയത് കണ്ട ഒരു കർത്താവുണ്ട്. കാള ഉഴുന്നത് പോലെ മെതിക്കുന്ന ജീവിതങ്ങളുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. ആരും എന്നെ കാണാനില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നിന്നെ കണ്ട കർത്താവ് പറയും, നിനക്കൊരു നല്ല നാള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരാൻ ഇഷ്ടപ്പെടുക. സ്തോത്രം. എത്ര പേർക്കത് വിശ്വസിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റും? ചില മിനിറ്റുകൾ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിനോട് നിങ്ങളൊന്ന് സംസാരിച്ച്, ചില മിനിറ്റുകൾ സംസാരിച്ച്, കർത്താവേ, ആ നല്ല നാളുകൾ, അഭിഷേകത്തിന്റെ നാള്, ദൈവപ്രവൃത്തിയുടെ നാള്, വർധനവിന്റെ നാള്, സൗഖ്യത്തിന്റെ നാള്, എല്ലാ പ്രതിസന്ധികളും നീങ്ങണം. നമ്മുടെ തലമുറകളെ ദൈവം സന്ദർശിക്കുന്ന നാള്, ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ആദരിക്കുന്ന നാള്, അതിത് തന്നെ. ആ സമയം വന്നിരിക്കുന്നു എന്ന് ആത്മാവിൽ കരുത്തോടെ പറയാൻ പറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ നിർബന്ധത്തിനല്ല, കേൾപ്പിച്ച ദൈവ ആലോചന സ്വീകരിക്കുന്നെങ്കിൽ മറ്റുള്ളതെല്ലാം മറന്ന് ദുഃഖത്തോടെയല്ല സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് നന്ദി പറയാൻ പറ്റിയാൽ അത് എത്രയോ അനുഗ്രഹമാണ്, എത്രയോ സന്തോഷമാണ്. കുറച്ചുകൂടെ ഉത്സാഹിക്കാൻ, കുറച്ചുകൂടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ പറ. ചിലതിനെ കണ്ട് പ്രാർത്ഥിച്ച്, ചില മേഖലകളെ തൊട്ട് പ്രാർത്ഥിച്ച്, ചില വ്യക്തികളെ കണ്ട് പ്രാർത്ഥിച്ച്, ശൂന്യമായി കിടക്കുന്ന അവസ്ഥകളെ കണ്ട് പ്രാർത്ഥിച്ച്, സഭയുടെ വിശാലത കണ്ട് പ്രാർത്ഥിച്ച്, ഈ വചനം കേട്ടിട്ട് ചിലത് കാണാൻ നിനക്ക് കരുത്തുണ്ടെങ്കിൽ, നിന്റെ പുറം കണ്ണ് അടച്ചുകൊണ്ട് അകത്തെ കണ്ണുകൊണ്ട് ചിലത് കാണാൻ നിനക്ക് പറ്റുമെങ്കിൽ, ചില സൗഖ്യം കാണാൻ പറ്റുമെങ്കിൽ, ചില വിടുതൽ കാണാൻ പറ്റുമെങ്കിൽ, ചില വിശാലത കാണാൻ പറ്റുമെങ്കിൽ, ചില ഉയർച്ച കാണാൻ പറ്റുമെങ്കിൽ, ഇന്ന് പകൽ കണ്ടത് സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സ്തോത്രം. ആകയാൽ ശബ്ദമുയർത്തി കരുത്തോടെ പ്രാർത്ഥിച്ച്, ഒട്ടും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ, ആരും സഹായിക്കാനില്ലാത്ത വിഷയങ്ങൾ, ഇന്ന് പകൽ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തോട് ചിലർ പറയുന്നുണ്ട്, കർത്താവേ, ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ വേണം, ചിലതെനിക്ക് കേൾക്കണം, ചിലതെനിക്ക് കാണണം. അതേ, നിന്റെ സമാധാനം പൂർണ്ണമാകുന്ന ചിലത് നിന്റെ കാതിൽ കേൾക്കാൻ പോകുക. നാളിതുവരെ നീ ചിരിക്കാത്തതുപോലെ ഉള്ള തുറന്ന് ചിരിക്കാൻ പോകുക. നാളിതുവരെ ഒഴുകാത്തതുപോലെ കണ്ണിൽ നിന്ന് സന്തോഷത്താൽ കണ്ണുനീരൊഴുകാൻ പോകുക. അങ്ങനെയുള്ള വിടുതലുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോകുക. സ്തോത്ര. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞ്, ദൈവാത്മാവ് പറഞ്ഞല്ലോ, ഹല്ലേലൂയ, നീ നടക്കുന്ന തീക്കകത്ത് അതിന്റെ അരികിൽ പോകാൻ പറ്റാതെ പട്ടുപോയവർ ഉള്ള ഇടത്ത് ആ തീക്കകത്തൂടെ നിന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. അവിടെ നിന്ന് നിനക്കൊരു നല്ല നാൾ വരാൻ പോകുക. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുക. ജാതികൾ ദുഷിച്ച ഇടത്ത് ജാതികൾ പറയും, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അവർ ഹല്ലേലൂയ വിശ്വസിച്ച് അവർ പറയും, ഇവരോടുകൂടെ ദൈവമുണ്ടെന്ന്. നീ പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോകുക. സഹോദരി, നീ ഇറങ്ങിയത് വൃഥാവാകത്തില്ല. സഹോദര, ഇറങ്ങിയത് വൃഥാവാകത്തില്ല. ഈ ആഴ്ച നടക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുക. ഞാൻ പറയുന്നു, ജാതികൾ നിങ്ങളെ നോക്കി പറയുക, നീ ഒരു അത്ഭുതമാണെന്ന് പറയുക, നീ ഒരു അത്ഭുതമാണെന്ന് പറയുക. സ്തോത്രം. പലരും പട്ടുപോയി ദഹിച്ചുപോയ തീക്കകത്ത് നീയും നിന്റെ ദൈവവുമായി നടക്കുന്നത്, വീണു പോകാതെ, വെന്തു പോകാതെ, ഉരുകിപ്പോകാതെ നടക്കുന്നത് ജാതികൾ കണ്ട് അത്ഭുതപ്പെടാൻ പോകുക. നീ തീർന്നെന്ന് പറഞ്ഞ ഇടച്ച് നല്ല നാളുകൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതം അവസാനിച്ചെന്ന് നീ തന്നെ തീരുമാനിച്ച ഇടച്ച് നല്ല നാളുകളെ ദൈവം ഒരുക്കുന്നു. അതെ, ഇന്ന് പകൽ അത്ഭുതത്തിന്റെ വാതിൽ ഇവിടെ തുറക്കുന്നു. ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുന്നു. വിശ്വസിപ്പാൻ കരുത്തുള്ളവർ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കരയേണ്ടവർ കരയട്ടെ, ആരാധിക്കേണ്ടവർ ആരാധിക്കട്ടെ, വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കട്ടെ.
കുടഞ്ഞു കളയേണ്ടവർ കുടഞ്ഞു കളയട്ടെ. ഇന്ന് പകൽക്കാലം നീ ശവക്കുഴിക്കകച്ചു പോയാൽ അത് തുറന്ന് നിന്നെ പന്തിയിൽ ഇരുത്താൻ കരുത്തുള്ളവൻ ഈ പകൽ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അസാധ്യങ്ങൾ സാധ്യമായി മാറുന്നു. പുതിയ വഴികൾ തുറന്നു വരുന്നു. ദൈവം ചിലരെ സന്ദർശിക്കുന്നു. ചില വ്യക്തികളെ ഇന്ന് പകൽ ദൈവം തൊടുന്നു. നിന്റെ സമാധാനത്തിനായി ശത്രുവിനെ ദൈവം തകർക്കുന്നു. ശത്രുവിനെ നിന്റെ ദൂരത്തകറ്റുന്നു. അതിനെ സമുദ്രത്തിൽ തള്ളിയിടുന്നു. അതേ, നിന്റെ നല്ല നാളിന് വേണ്ടി ദൈവം ചിലത് ചെയ്യുന്നു. നിന്റെ നല്ല നാളുകളെ തടുക്കുന്ന ശത്രുവിനെ തകർക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചാർപ്പിട്ട്